മണി 9 ഡാഡി, നാടകത്തിന് പോണ്ടേ? ഓ, ആ കഥ ഞാനങ്ങ് മറന്നുപോയി. പോകണോ? പോകണം. നല്ല നാടകമായിരിക്കും. അത് നീ എങ്ങനെ നിശ്ചയിച്ചു നല്ല നാടകമായിരിക്കുമെന്ന് കാണുന്നതിന് മുമ്പേ? നമ്മുടെ ജോർജ് അഭിനയിക്കുന്ന നാടകമല്ലേ, മോശമായിരിക്കില്ല. ഓ, അത് ശരി. പോണം ഡാഡി, അല്ലെങ്കിൽ തന്നെ ജോർജ് എന്ത് വിചാരിക്കും? ജോർജ് ഒന്നും വിചാരിച്ചില്ലെങ്കിലും നീ എന്ത് വിചാരിക്കും? പൊയ്ക്കളയാ, തയ്യാറായിക്കൊള്ളു. ആ ജോർജിനെ ഇതേവരെ കണ്ടില്ലല്ലോ. ഇത്ര ചുമതലാബോധമില്ലാത്ത ഇവനെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്? മണി, എന്താ? നമുക്കൊന്നുകൂടെ അന്വേഷിച്ച് നോക്കിയാലോ? ജോർജിനെ കൂട്ടിക്കൊണ്ട് വരും. സകലം മനോഹരമിതാ. നിങ്ങൾ എന്തിനിപ്പോ ഇവിടെ ജോർജ് വരില്ല. ഈ നാടകം നടക്കാൻ പോകുന്നില്ല. ഇയാൾ ആരാണോ? ജോർജിന്റെ അച്ഛൻ ആൻഡ്രൂ. ഇയാൾക്ക് ഫ്രീ പാസ് കൊടുത്തില്ല. അതിന്റെ വാശിയാ മൂപ്പരക്ക്. അതൊന്നുമല്ല, ജോർജിന്റെ പേരിൽ കോർപ്പറേറ്റോട് ഒരു 100 രൂപ അഡ്വാൻസ് ചോദിച്ചു, കൊടുത്തില്ല. അതാ സംഗതി. ഈ നാടകം നടക്കുകയില്ലയോ? പ്രധാന നടനില്ലാതെ എവിടെ നാടകം നടക്കുന്നത്? എന്നാ പിന്നെ നമുക്ക് പോവാം. ജോർജ് ഇല്ലാതെ ഈ നാടകം നടക്കില്ല. എന്താ കാര്യം? ഈ നാടകം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ തിരിച്ചു കളിപ്പിക്കൽ പ്രസ്ഥാനം കൊണ്ട് നടക്കുക ഓരോരുത്തർ. നാളെ ആരംഭിക്കാൻ പോകുന്നത് അകത്ത് കാരണം ഈ നാടകം നടക്കത്തില്ല. ഞാൻ മോനെ ജോർജ് കുട്ടി, നീ പോകരുത് നാടകം. നിന്റെ അമ്മാച്ചൻ വഴക്ക് പറയും. എന്റെ അമ്മച്ചി എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. ഇപ്പൊ തന്നെ സമയം കുറയായി. അത് ഉദ്ഘാടന നാടകം. പ്രൊഫസർ ഫ്രാൻസിസ് സെലീനും ഒക്കെ നാടകം കാണാൻ വരും. ഞാനാണ് അവരെ ക്ഷണിച്ചത്. ഞാൻ പോയി അവരെന്തോ വിചാരിക്കും എന്ന് മാത്രമല്ല, ഒരു പ്രസ്ഥാനമാണ് ഇതുകൊണ്ട് നശിക്കുന്നത്. എന്റെ ഭാവിയും തകരും. അതുകൊണ്ട് എന്റെ അമ്മച്ചി സന്തോഷമായി എന്നെ യാത്ര ചെയ്യണം. നിന്റെ അമ്മാച്ചൻ എന്നോട് പറഞ്ഞിട്ട് പോയത് നിന്നെ നാടകത്തിന് അയക്കരുത്. പൊന്നു മോനെ, ആരോരുമില്ലാത്ത നമ്മൾ അദ്ദേഹത്തെ മറുതലിച്ചിട്ട് എങ്ങനെ ജീവിക്കും? അമ്മാച്ചനോട് ഞാൻ പറഞ്ഞു, സാറേ വേഗം വരാൻ പറഞ്ഞു, നാടകം തുടങ്ങാറായി. ടാക്സി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും കൂടെ നാടകത്തിന് വരട്ടെ? വേണ്ട വേണ്ട, എന്റെ അമ്മാച്ചൻ നിന്നെ വഴക്ക് പറയും. ഞാൻ പോകുന്നത് തന്നെ അയാൾക്ക് ഇഷ്ടമല്ല. മോനെ, നാടകം ആരംഭിക്കാൻ പോവുകയാണ്. സുപ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകനും സംഘം പ്രസിഡന്റുമായ ഓറച്ചാർ ബഹദൂർ ഡോക്ടർ ഗ്രിഗറി അവറുകളെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ നാടകം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യരെ, സന്മാർഗം തീരെ നശിച്ചു വരികയാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ അത്യധികം ഉത്തമ കലാസൃഷ്ടികൾക്ക് ഇതിൽ പ്രധാനമായ ഒരു പങ്കുണ്ട്. ഈ നാടകത്തിന്റെ പ്രൊപ്പറേറ്റർ ശ്രീ പോത്തപ്പി എന്റെ അദ്ദേഹം ഉത്തമ സന്മാർഗിയാണ്. മതി, സത്യസന്ധമായി തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ഇന്ന് അദ്ദേഹം ഒരു വലിയ ധനികനായിരിക്കുന്നു. മിസ്റ്റർ പോത്തപ്പി, നിങ്ങൾക്കെല്ലാം ഉത്തമ മാതൃകയായിരിക്കട്ടെ. കടൽപ്പാലത്തിൽ നിന്നും ചാടുകയാണെന്നല്ലോ. അതാ നല്ലത്. എന്തായാലും ഞാൻ ഈ നാടകം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താ പേര്? കുലീനത്തോട് ഈ ലളിത വേഷത്തിൽ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പഠിക്കുന്നുണ്ടോ കലാപരമായിട്ട്? ഞാൻ എന്നെ അറിയില്ലേ, കേട്ടിട്ടില്ലേ? ഞാനാണ് ആർത്തർ ബഹദൂർ, ഡോക്ടർ ഗ്രിഗറി എന്ന് പറയും. നമസ്കാരം. അവനോട് ക്ഷമിക്കൂ. മേലാൽ ഞാൻ അവനെ നാടകത്തിന് വിടുകയും. അതുപോലെ ഇതെനിക്ക് സമ്മാനം കിട്ടിയതാണ്. ഇത് ജോർജിന് സമ്മാനം കിട്ടിയത്. അതെ, ജോർജിന് സമ്മാനം തരേണ്ടത് ഇവിടെ വെച്ച്. ഇത് എന്റെ യാചകപുത്രി നാടകത്തിലെ യാചകന് കിട്ടിയ സമ്മാനമാണ്. നാടക കമ്പനി പ്രൊപ്പറേറ്റർ ഞാനാണ്. മനസ്സിലായി?
ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും എനിക്കുള്ളതാണ്. അത് മാത്രം സാധ്യമല്ല ജോർജ്. ഞാൻ വേണമെങ്കിൽ അതിന് പകരം 1 രൂപ തന്നേ. എന്നാൽ ഞാൻ പറയുന്നു അത് തരാൻ സാധ്യമല്ല. ആ തൂവാലെങ്കിൽ തരാനാ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ എന്നെ ആരും തരികയില്ല. നാടകം നന്നായിരുന്നു അല്ലേ ഡാഡി? ജോർജ് വളരെ നന്നായി അഭിനയിച്ചു. വാസ്തു നല്ല ചെറുപ്പക്കാരൻ. ജോർജ് സാമ്പത്തികമായി വളരെ ഞെരുങ്ങുകയാണല്ലേ? ഇത്രയും പഠിത്തവും സാമർഥ്യമുള്ള അവന് എന്തെങ്കിലും ഒരു നല്ല ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. കല കൊണ്ട് മാത്രം കാലക്ഷേപം കഴിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഞാൻ നോക്കട്ടെ അവൻ എന്തെങ്കിലും നല്ല ഒരു ജോലി വാങ്ങിക്കൊടുക്കാമോ. കൊടുക്കണം ഡാഡി, എങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് ജോർജിനെ വലിയ ഇഷ്ടമാണ്. കോളേജിൽ വെച്ച് നാടകത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കും അവനെ ഇഷ്ടമാണ്. ഏതായാലും നാളെ വൈകുന്നേരം അവൻ എന്നെ വന്ന് കാണാൻ പറയും. എനിക്ക് സ്വാധീനമുള്ളൊരു കമ്പനിയുണ്ട്. ഞാനൊരു ശുപാർശ കത്ത് കൊടുത്തായിരിക്കും. ശരി. മാറി നിൽക്കണ വൃത്തികെട്ടവൻ. താൻ എന്നെ അപമാനിക്കരുതായിരുന്നു. ഞാൻ മാറി നിൽക്കണം അല്ലേ? ആട്ടെ, മാറി നിന്നേക്കാം. എന്ത് പറ്റും മോനെ? നീ വല്ലയിടത്തും വീണോ? ദൈവമേ, വല്ലവരുമായി വഴക്കുണ്ടായോ? നിന്റെ അമ്മച്ചൻ നിന്റെ തല്ലിയോ? എടാ ജോർജ് കുട്ടി, ഒന്നുമില്ല. ഇനി അഭിനയിക്കുന്നില്ല. വഴക്ക് തീർന്നില്ല. മോളിയെ പഠിപ്പിക്കണം. നാളത്തേക്കുള്ള അരിയുടെ വക ആര് തരും? മാണി അതിലൊന്നും പരിഭവം വിചാരിക്കരുത്. എനിക്ക് പരിഭവം എന്നൊന്നില്ലല്ലോ. നല്ല തൂവാല അല്ലേ ഡോക്ടർ? കൊള്ളാം. തൂവാല മാത്രമോ? അത് സമ്മാനിച്ച സുന്ദരിയും. ഏതായാലും ജോർജിന് പകരം ഒരു നടനെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. തീർച്ചയായും ഈ നാടകവേദി ഇന്നാട്ടിലെ സന്മാർഗത്തിന് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ ഞങ്ങൾക്ക് പോകാമോ സാർ? ഈ നാടകം നടക്കുമോ? ഏയ്, പോകാൻ പാടില്ല. ഇതൊരു സ്ഥിരം നാടകവേദിയാക്കാൻ പോവുകയാണ്. എന്താ പേര്? കൊള്ളാം, നല്ല പേര്. ഞങ്ങളുടെ സംഘത്തിൽ ഒരംഗമായി തീരണം കേട്ടോ വനജം. അതിന്റെ ബൈല എന്താണെന്ന് ഞാൻ വിശദീകരിച്ചത്. ഇയാടെ ഒരു ബൈല. തന്തയില്ലാത്ത നിങ്ങൾ ഇത്രയും നാൾ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം കൊള്ളാം. എന്റെ അപ്പന്റെ മുതലുകൂടി കൈവശപ്പെടുത്തിയില്ലേ? എന്നെ വളർത്തിയെന്ന്. ഇതിപ്പോൾ എന്റെ വീടാണ്. എന്നെ ധിക്കരിക്കുന്ന ആരെയും ഇനി ഇവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിയുന്നത് വേഗം ഈ സ്ഥലം ഒഴിഞ്ഞു തരണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അതിഥികളായി ഞങ്ങളെ ചേട്ടൻ ഉപേക്ഷിക്കരുത്. ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോകും? ഇടവും ഞാൻ വേറെ ആക്ഷേപിച്ചു. അയ്യോ, എന്ത് സംഭവിച്ചു കേൾക്കട്ടെ. അവൻ സ്റ്റേജിൽ മദ്യപിച്ചുകൊണ്ടാണ് വന്നത്. സാറിനോട് അതെങ്ങനെ പറയും? നാടക സമിതിയിലെ ഒരു നടിയെ അവൻ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു. അതോടെ ഒരടിലകളെ എന്ന് തന്നെയല്ല, പിരിഞ്ഞു കിട്ടിയ തുകയും കൊണ്ട് അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ജോർജ് അത്ര കണ്ട് വഷളനാണ്. പണം പോയതോ പോകട്ടെ, ഞങ്ങളുടെ നാടക സമിതിക്ക് ഇതുപോലൊരു അപമാനം സംഭവിക്കാനില്ല. സാറിനെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പോലീസിൽ വിവരം അറിയിക്കാൻ. ഇക്കാര്യത്തിൽ എന്നെ കണക്കാക്കേണ്ടതില്ല. അവനെ പോലീസിൽ പിടിപ്പിക്കുക തന്നെ വേണം. സാറിന് എന്തെങ്കിലും പരിഭവം തോന്നുമോ എന്ന് ശങ്കിച്ചാണ് ഞങ്ങൾ മറ്റ് നടപടികൾക്കൊന്നും ശ്രമിക്കാഞ്ഞത്. അവന്റെ മേൽ നടപടി എടുക്കാതിരുന്നാലേ എനിക്ക് പരിഭവം. എനിക്ക് നടക്കാൻ പോകാൻ സമയമായി. അമ്മേ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടമ്മേ. ഞാൻ കൂലിവേല ചെയ്തെങ്കിലും അമ്മയും മോളിയെ രക്ഷിച്ചോളൂ. എന്താ? സലീനമ്മ തന്നയച്ചതാ. ശരി. അമ്മേ, ദൈവം നമ്മൾ കൈവടിഞ്ഞിട്ടില്ലമ്മേ. ഒരു വാതിലടയുമ്പോ 10 വാതിൽ തുറക്കും. എന്താ സെലിന്റെ കഥ. ജോർജിന് ഡാഡിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തോ ജോലിയുടെ കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ജോർജ് ഇത്രയും വരണം അത്യാവശ്യമാണ്. വേഗം ചെല്ലുമോ? എന്റെ ദൈവമേ, എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഉദ്യോഗം കിട്ടുമ്പോ ചേട്ടൻ എനിക്ക് നല്ല പട്ടുപാറ വാങ്ങിത്തരണം കേട്ടോ. പൂക്കൾ
ചാവാതല്ല ഞാൻ നിനക്ക് ഭാര്യ മാറ്റിത്തരാൻ പോകും. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാഡം. ഞാൻ തന്ന സമ്മാനം കൊള്ളാമോ? എത്ര ദിവസം അതിനുവേണ്ടി ഞാൻ പാടുപെട്ടുന്നു. പക്ഷേ ആ തൂവാല ആ പോത്തപ്പി വാങ്ങിച്ചു. എന്നോട് ജോർജിന് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ തുവാല മറ്റാർക്കും കൊടുക്കലായിരുന്നു. ആ തുവാല എന്റെ ഹൃദയത്തിന്റെ പട്ടുനൂലിഴകൾ കൊണ്ട് തുന്നി പിടിപ്പിച്ചതായിരുന്നു. ഞാൻ കൊടുത്തതല്ല, അയാൾ എന്നോട് ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. ആ പോത്തപ്പി ഡാഡിയെ കണ്ടിട്ട് ഇപ്പോഴങ്ങ് പോയതേ ഉള്ളൂ. അതെന്താ കയ്യിൽ? എനിക്ക് തരാനുള്ള വല്ല സമ്മാനമാണോ? സർട്ടിഫിക്കറ്റ്. ജോലിക്ക് തയ്യാറായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എങ്കിൽ വേഗം പോകും. ഡാഡി ഇപ്പോൾ പുറത്തേക്ക് പോകും. ശരി. തിരിച്ചു പോകുമ്പോൾ എന്നെ കണ്ടിട്ടേ പോകാവേ. ഗുഡ് ഈവനിങ് സർ. സാറിനോട് ഞാനും എന്റെ കുടുംബവും എന്നും നന്ദിയുള്ളവരായിരിക്കും. സാർ, എല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷെ നീ ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നിന്റെ നന്ദി, നീ എന്റെ ശിഷ്യനാണെന്ന് ആരോടും പറയാതിരിക്കുന്നത് മാത്രമാണ് നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദി. നിനക്ക് പോകാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ നാടക സ്റ്റേജിൽ വെച്ച് ഒരു അടിലകളെ ഉണ്ടായി. അത് അറിഞ്ഞെങ്കിൽ എന്നോട് ഇങ്ങനെ. നീ ഒന്നും പറയണ്ട. നീ മേലാൽ ഇവിടെ വരരുത്. എന്റെ മകളോട് മിണ്ടിപ്പോകരുത്. പോകാം നിനക്ക്. Please get out. ജോർജിന് കത്ത് കൊടുത്തില്ലേ? പാവം, വിഷമിച്ചാണല്ലോ പോയത്. മേലാൽ അവന്റെ കാര്യം നീ കത്തിച്ച് പോകരുത്. പോകരുത്. ഇല്ല, ഇനി പോത്തപ്പി മേള യാതൊരു കൂട്ടുകെട്ടും വേണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. എന്താ? മറ്റെന്ത് ബിസിനസ്? ഏതെങ്കിലും ടൗണിൽ ചെന്ന് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. എന്താണ് ചിരിക്കുന്നത്? അതിന് പണം വേണ്ടേ? പോത്തപ്പിയുടെ കള്ളപ്പണത്തിന്റെ പങ്കിന് നമ്മൾ അവകാശികളാണ്. അയാൾ തന്നില്ലെങ്കിൽ പരസ്യമായി ആക്ഷേപിച്ചു. അതിന് പ്രതികാരം ചെയ്യാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അത് തീർച്ചയാണ്. അവന് വേണ്ടി ചോരയും നീരും ഒഴുക്കിയിട്ട് ഒടുവിൽ കിട്ടിയ അനുഭവം. അവന്റെ രഹസ്യം പോലീസിൽ അറിയിക്കാണ് വേണ്ടത്. ചേച്ചേ, അത് വേണ്ട. നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. അവന്റെ കള്ളപ്പണം തട്ടിയെടുക്കണം. അതിനുള്ള മാർഗം നോക്കണം. ആ, നീ വാ, പ്ലാനുണ്ട്. മദ്യപാനം വിഷമാണ്. ആരാണ് അവിടെ സിഗരറ്റ് വലിക്കുന്നത്? ആ സിഗരറ്റ് ദൂരെ കളയൂ. സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സംഘടനയിൽ ചേരുക. വെറും 25 പൈസ മാത്രം. ആൺ പെണ്ണടക്കം നിങ്ങൾ ചേരുക. പ്രവാചകൻ കല്ലെറിയപ്പെടുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. ഡോക്ടർ ഗിരികളെ കല്ലെറിയപ്പെടുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. എടാ ഡൂക്കിലേ, നീ എന്തോ തയ്ക്കുവാടാ? ഒരു ബ്ലൗസ്. എടാ പരിഷ്കാരം കേറി കേറി അങ്ങ് ആണുങ്ങളും ബ്ലൗസ് ഇട്ട് തുടങ്ങിയോടാ. ഗതി കെട്ടാൻ ഇട്ട് പോകും എന്റെ ഫിലിപ്പിയേട്ടാ. എന്തോ ചെയ്യാമടാ, ആണും പെണ്ണും കെട്ട കാലമല്ലേ. എടാ ഡൂക്കിലേ, ഈ പെണ്ണുങ്ങളേതാടാ? ഞങ്ങളോടൊന്നും പറയാതെ പോത്തച്ചി കല്യാണം കഴിച്ചോ? അതും കർത്താവേ 2 എണ്ണം. അവര് നാടകക്കാരായേട്ടാ. വേണമെങ്കിൽ ചിട്ടി ചേർത്തോ, പണത്തിന് മുടക്കം വരുത്തുക. എന്താ വിളിപ്പേട്ടാ? ചിട്ടിപ്പണത്തിനായിരിക്കും അല്ലേ? ഞാൻ പുതിയതായിട്ടൊരു 10,000-ന്റെ ചിട്ടി മുതലിക്കാൻ പോകണ്ട. അതിൽ 10 ഷെയർ പോത്തച്ഛൻ എടുക്കണം. എന്നാ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. പോത്തപ്പയില്ലേ? ഉണ്ട്. എന്തിനാ സാറേ, വല്ല വഴക്കിനോ വയ്യാതിരിക്കാണോ? എനിക്കൊന്ന് കാണണമെന്ന് പറയും, അത്യാവശ്യമാണ്. ഇന്നലത്തെ അടി തരക്കെടുത്തായിരുന്നു കേട്ടോ സാറേ. താൻ പോയി പറയൂ. കേട്ടോ മണി, ആ ജോർജ് വന്നിരിക്കുന്നു. ജോർജോ? അതെ, താഴെ ഇരിക്കുന്നു. മോലാലെ കാണണമെന്ന്. എന്നെ കാണണമെന്ന് പറഞ്ഞു. കൂടെ വല്ലവരും ഉണ്ടോടാ? ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കറിയാം അവൻ എന്റെ കാൽക്കൽ വീഴുവെന്ന്.
അവനെ വെറുതെ വിടാൻ പാടില്ല. ഇൻസ്പെക്ടർ പോത്തപ്പി സ്പീക്കിംഗ്. അവൻ വന്നിട്ടുണ്ട്. ജോർജ് ശരിയായിട്ടാ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം പേടിച്ച് വിറച്ചിരിക്കുക. നിങ്ങൾ ലോഡ്ജിൽ നിന്നാണോ സംസാരിക്കുന്നത്? ലോഡ്ജിൽ തന്നെ. ശരി, ഇതാ പുറപ്പെടുന്നു. കേശവളെ, ചെന്ന് വരാൻ പറയും. പോലീസ് ഉടനെ വരും. നിങ്ങൾ അടുത്ത മുറിയിൽ തന്നെ കാണണം. ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇണക്കങ്ങളും എല്ലാം നാടക സമിതികളിൽ സഹജം. വാസ്തവം പറഞ്ഞാൽ ഈ തൂവാലയും അതോടൊപ്പം ഒരു വെള്ളിക്കപ്പും ഒരു പണക്കിഴിയും കൂടി ജോർജിന് സമ്മാനിക്കണമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ജോർജ് അതിനു മുമ്പ് ബഹളം കൂട്ടി. ഇതിന് ഇപ്പോഴും പിണക്കമാണെന്ന് തോന്നുന്നല്ലോ. എനിക്കൊരു പിണക്കവും ഇല്ല. എനിക്കറിയാം കലാകാരന്മാരെല്ലാം വികാരജീവികളാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഒരു പന്നാസ് തൂവാലയ്ക്ക് വേണ്ടി. പന്നാസ് തൂവാലയോ? എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ട തൂവാലയാണിത്. എന്റെ എല്ലാ മാർഗങ്ങളും അടച്ചു കളഞ്ഞിട്ട് പിണക്കമാണോ ചോദിക്കാൻ തനിക്ക് നാവ് പൊങ്ങിയല്ലോ. നമ്മൾ തമ്മിൽ പറയുമ്പോ ഇത്ര നാടകീയത്വം വേണ്ട ജോർജ്. ഞാനാണ് സ്റ്റേജിൽ വെച്ച് വഴക്കൂടിയതല്ലേ? ഞാനാണ് മദ്യപിച്ചുകൊണ്ട് നടികളുമായി ശ്രമിച്ചതല്ലേ? ജോർജ് വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്നു. അവിടെ ഇരിയെന്ന് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ശാന്തമായി സംസാരിക്കാമല്ലോ. ഞാൻ സംസാരിക്കാനല്ല വന്നത്. നിൽക്കവിടെ. എവിടെ പോകും? നീ പോസ്റ്റപ്പോഴാണ് കളിക്കുന്നത്. നിനക്ക് പറ്റതുപോലെ വേണമല്ലേ? നിന്റെ കൈക്ക് വീരശൃംഖല അണിയിക്കാൻ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ട്.
എപ്പോഴാണ് ഈ കൃത്യം നടന്നത്? അയ്യോ, ഞാൻ മനസ്സറിഞ്ഞ കാര്യമല്ല. ആ ജോർജാണ്. എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നാണ് ചോദിച്ചത്. ഒരു 15 മിനിറ്റ് ആയി കാണും. ഈ സേഫിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഏമാനെ, ധാരാളം നോട്ട് കെട്ടുണ്ടായിരുന്നു. മുതലാളിയുടെ വാച്ചും കെട്ടുകൊണ്ടുപോയി. 2000 രൂപ വിലയുള്ളതാ അത്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ ജോർജിന്റെ വീട് ഉടനെ വളഞ്ഞ് പരിശോധിക്കണം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കാവലിന് ഉടനെ ആളിനെ അയക്കണം. ഉത്തരവ്. ജോർജിന്റെ സർട്ടിഫിക്കറ്റും ചെരുപ്പും കൂടെ കിടന്ന് കിട്ടിയായിട്ട് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉത്തരവ്. അമ്മച്ചി, അമ്മച്ചി, എന്താ ഇച്ചാച്ചൻ കാറിലാ വരുന്നത്? വലിയ ഉദ്യോഗമായിരിക്കും. എനിക്കൊരു 10 സാരി മേടിച്ചിട്ടായിരിക്കും വരുന്നത്. ഇച്ചാച്ചൻ എന്റെ മോൻ എന്ത്? ഞാൻ ചോദിക്കേണ്ടത് എവിടെയാണ് കേട്ട മോൻ? നേരെ പറഞ്ഞോ. അയ്യോ, അവൻ ഇവിടെ വന്നില്ല. കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അവനെ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? വളരെ ആദായകരോ. അവിടെ ഒന്നും കണ്ടില്ല. എവിടെ വേണം ഇച്ചാച്ചൻ? ഉള്ളത് പറ, ഇല്ലെങ്കിൽ അമ്മയും മകളും ജയിലാകും. എന്റെ ഇച്ചാച്ച രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ല. ശരി, വരേ. ദൈവമേ, എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ? ഉദ്യോഗത്തിന് പോയ നീ എവിടെ ജോർജ് കുട്ടി? ഒരു കൊലപാതകയായിട്ടാണെന്ന് ഞാൻ എന്താണ് കേൾക്കുന്നത്? എന്നോടൊന്ന് പറയൂ. വർത്തമാനം പറഞ്ഞിട്ട് നേരെ അവരിപ്പോ വരും. ഞാൻ പോട്ടെ. അമ്മേ, പോലീസുകാരന്റെ കൈക്ക് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന അമ്മയ്ക്ക് കാണുന്നു. അമ്മേ, മോളി, മോളി, ഞാൻ പോട്ടെ. ഒരു ചായ വേണ്ട. എന്തോ ക്ഷമിക്കണം, അടിച്ചതിന്റെ പനി ഞാൻ തെളിപ്പിക്കണ്ട. ക്ഷമിക്കണം പോലും. ഇന്നെടുത്തിട്ട് ഷർട്ട അതും ചളാക്കി ചായയും കളഞ്ഞു. വേറെ ചായം മേടിച്ചു തരാം. ചേട്ടൻ വഴക്കുണ്ടാക്കാൻ. എന്റെ ഷർട്ടോ അത് ഞാൻ കഴിയട്ടെ. ഇതിനകത്ത് വെച്ചായിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൂടി പുറത്തു വരാം. താൻ തല്ലുന്ന എനിക്കൊന്ന് കാണണം. ചാകാൻ തയ്യാറായിട്ട് തന്നെ വന്നിരിക്കുക. വണ്ടിക്ക് സമയമായിരുന്നു. ചേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഞാൻ തമാശ പറഞ്ഞതല്ലേ. എല്ലാം കാണാൻ പോയിട്ടുണ്ടോ? അയ്യോ, എന്റെ ബാഗ്.
നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. നീ നന്നായി വരും. കൊണ്ടുപോയി കാപ്പ് കുടിച്ചോ. വേണ്ട, എങ്ങാണ്ട് വെച്ച് കണ്ട നല്ല മുഖപരിചയം. അങ്ങ് തെക്കങ്ങാണ്ട് വെച്ചായിരിക്കുമല്ലേ? എന്നെ പരിചയം കാണില്ല, ആള് മാറിപ്പോയതാ. എന്റെ വീടൊരു 10 മൈൽ വടക്കാ. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ അറിയില്ല. ഈ കുഗ്രാമത്തിലോ? ഇത് പട്ടണം എന്ന് പറയാനൊക്കെ ഉള്ളൂ. ഇവിടെ ഉള്ള ആളുകളെല്ലാം അന്യനാട്ടിലേക്കാ പോകുന്നത്. അത് എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? BA വരെ പഠിച്ചിട്ടുണ്ട്. പേരെന്തുവാ? എന്റെ പേര് മാത്യൂസ്. മാത്യു എന്ന് വെച്ചാ പോരെ? അതിന്റെ തുമ്പത്ത് കൊണ്ട് ന്യൂസ് കൊണ്ട് എന്തിനാ വെക്കുന്നത്? ചേട്ടാ, ഞാൻ സാമ്പത്തികമായി വലിയ ബന്ധപ്പാടിലാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് തിരക്കണം. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. ചേട്ടൻ വിചാരിച്ച വല്ല ജോലിയും? ആട്ടെ, മാത്തൂസിന് കണക്കെഴുതാൻ അറിയാമോ? നോക്കട്ടെ. നീ സത്യമുള്ളവനബ്ബാ. നോക്ക്, ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? കൊലപാതകവും മോഷണവും ഇവൻ ഇത്ര ഭയങ്കരനാണെന്ന് ആര് വിചാരിച്ചിരുന്നു? ജോർജ് അയച്ചില്ല ഡാഡി. ജോർജ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ജോർജ് ആണോ അല്ലയോ? അവന്റെ കാര്യം ഇനി മിണ്ടിപ്പോകരുത്. നീ പട്ടുപോലെ അവനെ സമ്മാനിക്കരുതായിരുന്നു. ഡാഡി, മിണ്ടിപ്പോകരുതല്ലേ പറഞ്ഞത്? അവൻ ഈ വീട്ടിൽ കഴിച്ചതേ അബദ്ധം. അവൻ എന്തെല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ആർക്ക് തന്നെ അറിയാം. മോഷ്ടിച്ചു എന്റെ ഹൃദയം. നമ്മുടെ നാടകക്കാരൻ പോത്തപ്പി ആരോ കുത്തിക്കൊന്നു കേട്ടല്ലോ എന്നിങ്ങനെ ഞാനും കേട്ടു. അതിന്റെ സംഗതി വല്ല അറിയാമോ? ആളുകൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ചേട്ടൻ പോത്തപ്പി അറിയൂ? കൊള്ളാം, അറിയാമോന്നോ? പോത്തപ്പി മാണി എന്റെ ചിറ്റാളന്മാരാ. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. എന്തോ അക്കട്ടി പറ്റിയതാ. പത്രം നോക്കിയെങ്കിൽ അറിയായിരുന്നു. ചേട്ടൻ പത്രം വരുത്താറുണ്ട്? ഒറ്റ പത്രം നേര് പറയാത്തോണ്ട് ഞാൻ അതെല്ലാം നിർത്തിക്കളഞ്ഞു. വാസ്തവം പത്രം വായിക്കാതിരിക്കുന്നു. അതേ നിയമം. വാ. ഈ കൊച്ചൻ ഏതാ? ചിട്ടി ചേരാൻ വന്നതായിരിക്കും. അല്ലല്ല, ഇതൊരു വിരുന്നുകാരനാ. ഈ മാത്തുക്കുട്ടി. എവിടാ വീട്? കുറെ വടക്ക. നീ എപ്പോഴും പറയാറില്ലേ ഒരു പുതിയ കണക്കപ്പിള്ള വെക്കണമെന്ന്? കേട്ടോ മാത്തുക്കുട്ടി, ഇവിടെ ഒരു വയസ്സും കണക്കപ്പിള്ള ഉള്ളത്. കണക്കൊന്നും ശരിയല്ല. വെള്ളം തൽപ്പം കടന്നുപോയി. എനിക്ക് കൃഷിക്കണക്കൊന്നും അത്ര പരിചയമില്ല. അതെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന്. ഇത് നമ്മുടെ പുതിയ കണക്കപ്പിള്ളയാ. മാത്തുക്കുട്ടി, ഇതെന്റെ മോളെ അറിയിത്ത. പഠിത്തത്തിന് അല്പം പിന്നോക്കാം. ഫൈനലിൽ തോറ്റ് നിൽക്കുക. അല്ല, അതെങ്ങനെയാ? ഇവളുടെ മകളല്ലേ. ഇവക്കാണെങ്കിൽ തലയിലൊരു തോലും അറിഞ്ഞുകൊള്ളു. തലച്ചോറി അല്പം കമ്മിയാണെന്ന് കണ്ടു. ഇങ്ങനെ തലച്ചോറ് കുറെ കേമോ. മന്ദക്രിയ ഫലം ഫലം. പല മനുഷ്യരും വന്നിരിക്കുമ്പോഴാ അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ ഇനിയും പഠിക്കുന്നില്ല. മോളെ, നിന്നോട് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ മാത്തുക്കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കാവല്ലോ. അവൻ BA ക്കാരന്. ഞാൻ BA പാസ്സായിട്ട്. മാത്തുക്കുട്ടി എവിടാ താമസിക്കുന്നേ? ഇവിടെ തന്നെ താമസിക്കട്ടെ. മാത്തുക്കുട്ടിക്ക് ഒരു മുറി ശരിപ്പെടുത്തിക്കോളെ. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ആണ്. നമ്മളിങ്ങോട്ടൊന്ന് വന്നേ പറയാം. ഇവനാരാണെന്ന് വെച്ചാ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞത്? അതും ഒരു പെണ്ണ് പ്രായമായി നിൽക്കുന്ന വീട്ടില്. ഇടി സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നല്ല ഇവൻ കള്ളനാണോ നേരുകാരനാണോ എന്ന് നിങ്ങൾക്കറിയാമോ? ചുമ്മാ വഴി കണ്ട ഒരുത്തിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു വീട്ടിൽ താമസിപ്പിച്ചോളാന്ന്. ഇവിടെ നിന്റെ മുഖത്ത് കണ്ണില്ലേ? ഉണ്ണെ കാണും പറയാ ഊരിലെ പഞ്ഞ. എന്റെ 10,000 രൂപ ബാങ്ക് പോയിട്ട് ഇവനെ എടുത്തോണ്ട് തന്നത്. എന്നാ നല്ല കൊച്ചനാണല്ലോ. എന്റെ കർത്താവേ, നമ്മുടെ 10,000 രൂപ പോയേനല്ലോ. എന്ത് ഐശ്വര്യമുള്ള കൊച്ചൻ. നമ്മുടെ യോഗത്തിന് അവന് ഇവിടെ വന്ന് കയറിയത്. എന്നാലേ ആ വടക്കേ മുറി കൊടുക്കാം. ഇങ്ങോട്ട് വാ. കേട്ടോ മാത്തുക്കുട്ടി, ഈ ചിറ്റാളന്മാരെ പല ഇനക്കാരാണെന്ന് കണ്ടു. അവരോട് ഓരോരുത്തരോടും ഓരോ തരത്തിൽ വേണം വർത്തമാനം പറയാൻ. മുറുക്കാൻ കൊടുക്കേണ്ടവന് മുറുക്കാൻ കൊടുക്കണം. വീട് വേണ്ടവന് വീട്. മാന്യന്മാര് വന്നാൽ വല്ല ചായയോ കാപ്പിയോ. അതായത് ആരെയും പിണക്കരുത്. അതാണ് ബിസിനസ്. ഏട്ടാ മാത്തുക്കുട്ടി, ആ പെണ്ണൊന്നും അറിഞ്ഞുകൂടാ. നിന്റെ സൗകര്യം വരെ വല്ലതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതെ അതെ, ശരി. കണക്ക് നോക്കിയിട്ട് മാത്തുക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പതുക്കെ മതി. വെട്ടം പോരെങ്കിൽ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്. പിന്നെ മാത്തുക്കുട്ടിക്ക് ജോലി കിട്ടിയ വിവരം വീട്ടിലേക്ക് എഴുതണം. നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം. യജമാൻ വിളിക്കുന്നു. അയ്യോ, ഞാനായിരിക്കില്ല. എന്റെ പേര് മാണി എന്നാണ്. നിങ്ങളെ തന്നെയാണ്. ആയാലും നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ, ഇതിരിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.
ആ നടക്കണം. കേസിന്റെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. അയ്യോ, ഞാൻ ഈ കാര്യത്തിൽ നിർദോഷിയാണ്. ഏയ്, നിങ്ങൾ ദോഷിയോ നിർദോഷിയോ എന്നുള്ളതല്ല പ്രശ്നം. ആ ജോർജിന്റെ ഒരു ഫോട്ടോ കിട്ടണം, പത്രങ്ങളിൽ പരസ്യം ചെയ്യാനാ. നിങ്ങൾ കൊണ്ടുവന്ന് തരാമോ? അയ്യോ, എന്റെ കയ്യിലില്ല. ഞാൻ നാടക കമ്പനിയിൽ ഉണ്ടോന്ന് അന്വേഷിക്കാം. ഉടനെ വേണം. പോയിക്കോളൂ. അമ്മച്ചി, ചേച്ചി, ജോർജിനെ പറ്റി വല്ല അറിവും കിട്ടിയോ അമ്മാമേ? അറിഞ്ഞില്ല. അറിയണമെന്ന് ഇനിയൊട്ട് ആഗ്രഹവും. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. അയ്യോ അമ്മാമേ, എന്താണ് ഈ പറയുന്നത്? കള്ളനുമായ ഒരു മകന് എനിക്ക് വേണ്ട കുഞ്ഞ്. ജോർജ് ആയിരിക്കില്ല കൊലപാതകം ചെയ്തത്. ജോർജ് ഒരിക്കലും മോഷ്ടിക്കില്ല. ഇല്ലെങ്കിൽ അവൻ ഒളിച്ചോടുകയില്ലേ? ാൻ കഴിയാത്ത സങ്കടം കൊണ്ടാണ് അമ്മാമ്മ എങ്ങനെയെല്ലാം പറയുന്നെന്ന്. സമാധാനമായിരിക്കൂ അമ്മാമ്മ. അപ്പന് സ്ഥലമാറ്റമാണ്. ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ്. ഇതാ ഈ പണം അവിടെ ഇരിക്കട്ടെ. എന്റെ മകൻ ഉദ്യോഗത്തിന് എടുത്തു കൊടുത്തയച്ച് വലിച്ചു കൊണ്ടുപോയി കൊലമരത്തിലെത്തിച്ചില്ലേ? അത്രയും ഉപകാരം ചെയ്തത് വേണ്ട. ഞങ്ങൾ തെണ്ടിയെങ്കിലും കഴിഞ്ഞുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും വാച്ചും വിൽക്കണം. ആ നോട്ടുകൾ വെളിയിൽ കണ്ടാൽ നമ്മൾ കുഴപ്പത്തിലാകില്ലേ? ഒത്തപ്പിക്ക് നോട്ടുകൾ മാറിക്കൊടുത്തിരുന്ന ആ പെമ്പറന്നവർ തന്നെ കണ്ടുപിടിക്കണം. ആരാത്? മായ. ആള് ഭയങ്കരിയാണ്. കണ്ടാ വളരെ മനിയാണ്. അവരെടുത്തു വളർത്തിയ ഒരു പെണ്ണുണ്ട്. പഞ്ചാബിയാണോ അറബിയാണോ എന്നറിയില്ല. അവളുടെ കയ്യിൽ നോട്ട് കൊടുത്തയച്ച് മാറിക്കും. എപ്പോഴും ഈ തിരുവീതികളൊക്കെ കാണും. എന്താ നിനക്കൊരു പേടി പോലെ? അല്ല, അപ്പൊ തപ്പിയെ മാറ്റയാ. ഭീരുക്കേടല്ല ഈ ലോകം. നമ്മൾ തമ്മിൽ പിണങ്ങാതിരുന്നാ മതി. ധൈര്യമായിരിക്കും. എന്ന് വെച്ചാൽ ലവിന്റെ വിത്ത് ഇല്ലേ? എനിക്കിത് വേണം. ഒന്നും പറയണ്ട, എനിക്കിത് വേണം. അതിരിക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞു പഠിച്ചോ? കുറേശ്ശെ പഠിച്ചു വരുന്നു. അതെന്താ കുറേശ്ശെയായത്? ബാലപാഠങ്ങളല്ലേ. ചേട്ടൻ വിചാരിച്ചാൽ ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കും. പരീക്ഷ തമാശയല്ല എന്ന് തന്നെയാണ് ഞാനും പറയും. അതുകുട്ടി, ഇവള് വല്ലതും പഠിക്കുന്നുണ്ടോ? അത്ര മോശമല്ല. പെണ്ണിനെ അതേ ലാളിച്ചു പോയി, അതാ പറ്റിയ തകരാറ്. സാരമില്ല, നന്നായി. മോളെ റീതാമ്മേ, ഈ പരീക്ഷയ്ക്കെങ്കിലും നീ ജയിക്കണം കേട്ടോ. എന്തായാലും ഇതാ പ്രാക്ടിക്കൽ. റീത്ത, നീ തോറ്റെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അമ്മച്ചി ഇങ്ങനെ എപ്പോഴും കയറി വന്നാൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? ഞാൻ കപ്പെടുക്കാൻ വന്നതാ പെണ്ണെ. അതുകുട്ടി, ഇവിടെ ശരിക്ക് പഠിക്കുന്നില്ലെങ്കിൽ ഇവിടെ ചെവി പൊന്നാക്കിയത് ഞാൻ സമ്മതിച്ചിരിക്കും. 14 ക്യാരറ്റ് പൊന്നു മതി. മോളെ, നമുക്കൊന്നും കഴിക്കണ്ടേ? വേണ്ട, ഞാൻ വെളിയിലോട്ടിരുന്നു വല്ലത് കിട്ടുമോന്ന് നോക്കട്ടെ. വേണ്ട അമ്മച്ചി, എനിക്ക് വിശക്കുന്നില്ല. ഇച്ചച്ഛൻ എന്താ ഇതുവരെ വരാത്ത? മനസ്സിലായില്ലല്ലോ. ഈ വീടും പരയിടവും വാങ്ങിച്ചിരിക്കുന്നത് ഞാനാണ്. ഞങ്ങളൊന്ന് ഇങ്ങോട്ട് താമസമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും?
അതൊന്നും എനിക്കറിഞ്ഞിട്ട് ആവശ്യമില്ല. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിത്തരണം. ഞങ്ങൾ പോകയില്ല, ഇത് ഞങ്ങളുടെ വീടാ. ശരി, എന്നാൽ ഞാൻ മറ്റു മാർഗം നോക്കിക്കൊള്ളാം. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. മോളെ, ഇത് നമ്മുടെ വീട്. ഇതാ 25 രൂപയുണ്ട്. നിങ്ങൾ വെറും കൈയോടെ പോകണ്ട. വേണ്ട, ഞങ്ങൾക്ക് രൂപ വേണം. അവിടെ തെറ്റിപ്പോയി. ഇതാ നോക്കൂ, ഈ സംഖ്യ കൊണ്ട് ഈ സംഖ്യ ഗുണിക്കണം, ഗുണനഫലം കൊണ്ട് ഈ സംഖ്യ ഹരിക്കണം. അതാണ് വഴി. മനസ്സിലായ കുട്ടി? ഓ, വഴിയും കുട്ടിയും. എന്നാൽ ഈ കണക്കിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? പറയട്ടെ. റീത്ത, പോയി കണക്ക് ചെയ്യും. വെറുതെ സമയം കളയാതെ ഞാൻ ഈ കണക്കുന്നത്. അമ്മച്ചി, അമ്മച്ചി, എന്താ മോളെ? അമ്മച്ചിക്ക് നടക്കാൻ വിഷമമാണെങ്കിൽ ആ പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട മോളെ, ആ വീടിനടുത്തെങ്ങാനും ഇതൊന്ന് ഇറക്കി വെക്കാം. എനിക്കറിഞ്ഞുകൂടാ എന്റെ കർത്താവേ. എന്താ ഡാഡി? ഇത് ഒപ്പിട്ട് കൊടുക്കും. നീ ഒരു ധിക്കാരിയാകാണല്ലേ? ഇല്ല ഡാഡി, എന്നോട് ക്ഷമിക്കണം. ആ ജോർജിന്റെ പെങ്ങളും അമ്മയും പട്ടിണി കിടക്കാണ്. ഞാൻ അവർക്ക് കുറച്ച് രൂപ അയച്ചു കൊടുക്കും. ഡാഡി എന്നോട് ക്ഷമിക്കണം. നീ ഇത്ര വഷളാണെന്ന് ഞാൻ ആശേഷം വിചാരിച്ചില്ല. നീ ആ കൊലപാതകം ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒന്നുകിൽ നീ എന്നെ അനുസരിക്കണം, അല്ലെങ്കിൽ നീ എന്റെ മകളല്ലാതാണ്. ഞാൻ ഒരിക്കലും ഡാഡി അനുസരിക്കാതിരുന്നിട്ടില്ല. ആ കള്ളനും ഘാതകനുമായ ജോർജിനെ നീ സ്നേഹിച്ചിരുന്നു, എനിക്കറിയാം. ഞാൻ നിനക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചു പോയി. അതെന്റെ തെറ്റ് തന്നെ, തിരുത്താൻ കഴിയാത്ത തെറ്റ്. പക്ഷേ ആ തെറ്റ് മേലാൽ ഞാൻ ആവർത്തിക്കില്ല. ആദ്യ പ്രസംഗം ഏകാന്തത ഞാൻ ഇഷ്ടപ്പെടുന്നു. അതെന്താണ്? അതൊരു നീണ്ട കഥയാണ്. എന്നോട് പറഞ്ഞുകൂടെ? പറയാം, പിന്നൊരിക്കൽ. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ പറയാത്തത്? ഒരിക്കലുമല്ല. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 43, 64. ഇരിക്കണം. ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയതാണ്, ഇരിക്കാനൊന്നും സമയമില്ല. ആ ഫിലിപ്പ് ചേട്ടന്റെ നാട്ടിൽ പോകുന്നുണ്ടോ? അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു ശാഖ അവിടെ സ്ഥാപിക്കും. ഓ, എങ്കിൽ ഈ എഴുത്ത് ഫിലിപ്പ് ചേട്ടനെ ഏൽപ്പിക്കണം. അത്യാവശ്യമാണ്. ഞങ്ങളുടെ ഹോട്ടലിന് കുറച്ച് പണം വേണം. സന്മാർഗത്തിന് നാടാ കമ്പനിയേക്കാൾ മെച്ചം ഹോട്ടലാണ്. ആ പിന്നെ ഡോക്ടറുടെ പര്യടന വേളയിൽ ആ ജോർജിനെ പറ്റി വല്ല തുമ്പും കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം, പോലീസിൽ അറിയിക്കുന്നതിന് മുമ്പ്. ജോർജിന്റെ ഫോട്ടോ ഞാനും സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും പറയാനുണ്ടെന്നോ? വായിലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനുള്ള പ്രതിഫലം ഞങ്ങൾ തന്നു കൊള്ളാം. പ്രതിഫലം ഇതെഴുത്ത് തരാം. എങ്കിൽ നോക്കാം. ഹോട്ടൽ തുടങ്ങാൻ പണം എവിടുന്നെന്ന് വല്ലവരും ചോദിച്ചാൽ
ചിട്ടി പിടിച്ചതാണെന്ന് പറയാമല്ലോ. അവര് തമ്മിൽ കൊണ്ടുപിടിച്ച സ്നേഹത്തിലായി കേട്ടോ. അങ്ങനെ വരട്ടെന്ന്. ഉടൻ തന്നെ അവന്റെ വീട്ടുകാരെ ചെന്ന് കണ്ട് പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ച് നടത്തണം. കാലം തീക്കട്ടെയാ. പെണ്ണിന്റെ പ്രായം വെടിമരുന്നാ പറഞ്ഞേക്കാം. ഞാൻ മാത്തുക്കുട്ടിയോട് ചോദിച്ചു. എന്നിട്ട് വീട്ടുകാരെ അവൻ തന്നെ അറിയിച്ചോളാന്ന് പറഞ്ഞു. ഇവനെ നീ പെണ്ണ് കെട്ടിയതോ മറ്റോ ആണോ? പക്ഷെ അവന്റെ വീട്ടുകാർ സമ്മതിക്കാതെ മറ്റോ വന്നാലും പെണ്ണും തമ്മിൽ സ്നേഹമാണെ പിന്നെ ആരും സമ്മതിക്കാനാ? ഏതായാലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒട്ടും താമസിക്കണം. വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം. മാത്തുക്കുട്ടി വന്നേ പിന്നെ കണക്കും കാര്യവും ഒക്കെ വളരെ റെഡിയാ. ആർക്കും പരാതിയില്ല. ഞാൻ അവനോട് ഒന്നുകൂടി ചോദിച്ചു. പഠിക്കുന്നത് ഞാനൊരു കുറുക്ക് വഴി ചോദിക്കാൻ വന്നതാ അപ്പാ. വേണ്ട മോളെ വേണ്ട, കുറുക്ക് വഴി പോകണ്ട, നേരെ വഴി അങ്ങ് പോയച്ചാ മതി. ഞാനൊരു കണക്ക് ചെയ്യുവാപ്പാ. ചെയ്തോ, അപ്പുറത്ത് പോയിരുന്നു ചെയ്തോ. ഞങ്ങൾക്ക് തമ്മിൽ ഇച്ചിരി ബിസിനസ് പറയാനുണ്ടോ. ചെല്ലു മോളെ, ഇരു മാത്തുക്കുട്ടി. അപ്പോഴേ മാത്തുക്കുട്ടി, ഞാൻ അന്ന് പറഞ്ഞ കാര്യം വീട്ടിലേക്ക് എഴുതിയോ? ഞാൻ ഇന്ന് തന്നെ എഴുതാൻ ചേട്ടാ. ഞങ്ങളതങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഇനി എന്തിനു നീട്ടുന്നു? അടുത്തതിന്റെ പിന്നത്തെ തിങ്കളാഴ്ച നടത്തത്തക്ക വണ്ണവും. അല്പം കൂടി കഴിഞ്ഞിട്ട് പോരെ. ഞാൻ 1-2 പേരൊക്കെ അതങ്ങ് പറഞ്ഞു പോയി. ഏതായാലും വീട്ടിന് മറുപടി വേണ്ട. ഞങ്ങൾക്ക് 10 വലുതും ഒന്നുമില്ല. ആ കൂടി ആണും പെണ്ണും കൂടി ഒന്നേ ഉള്ളൂ. ഉള്ള സ്വത്ത് മുഴുവൻ അവക്കാ. അവക്കെന്ന് വെച്ചാൽ അവക്ക് നിനക്കും കൂടെ ഉള്ളതാ. നിനക്ക് ഇഷ്ടം പോലെ എടുക്കോ ചെലവാക്കോ ഒക്കെ ചെയ്യാൻ മാത്തുക്കുട്ടി. എന്ന് വെച്ചാൽ നീ അങ്ങനെ കണ്ടമാനം ചെലവാക്കിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ, പ്രീത്താമ്മയ്ക്കാണ് 100 ആലോചന വന്ന. ആ വരുന്നതല്ലേ എവിടുന്നല്ല, വലിയ വലിയ മുതലാളിമാരുടെ മക്കള്, വക്കീലന്മാരുടെ മക്കള്. കൊള്ളാവുന്നിടത്തെ പിള്ളേരൊക്കെ നോക്കിയതാ. അവക്കാണെ വരുന്ന ചെറുക്കന്മാരെ ഒന്നിനും പിടിക്കുകയില്ല. ഇന്നലെ മാത്തുക്കുട്ടിയുടെ കാര്യം ഞങ്ങൾ അവളോടൊന്ന് ചോദിച്ചു. അപ്പോഴവക്കൊരു ചിരി, ഒരു നാടും ഒക്കെ. പെണ്ണിന് നിന്നെ അങ്ങ് ബോധിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു അവക്ക് ഏതാണ്ട് ഉണ്ടെന്ന. എന്നാ ഉണ്ടെന്നാ? എടി, ഇപ്പോഴത്തെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നോടി. അയ്യോ, അതിന്റെ പേരെന്തോ ആണോ അതിന്റെ താക്കയിലിരിക്കുന്ന. അയ്യോ എടി, ആ തകടിയിലെ തങ്കമ്മിക്കട്ടായില്ലേ, ലൗസോ? അത് തന്നെ അത് തന്നെ. എനിക്ക് തോന്നുന്നു മാത്തുക്കുട്ടിയോട് അവക്ക് ലൗസ് ഉണ്ടെന്ന. നിങ്ങൾ എന്താ പറഞ്ഞായി പറയുന്നത്? 10-30 വയസ്സാകാവുന്ന ലൗസ് ഉണ്ടാകത്തില്ല, അറിയാവോ? മാത്തുക്കുട്ടി, എന്താ നീ എന്നാ മിണ്ടായിരിക്കുന്നു? വേറെ ആലോചന വല്ലതും ഉണ്ടോ? ഉണ്ടേലും ഉറച്ചില്ലെങ്കിൽ സാരമില്ല. അല്ലെ, ഉറച്ചാലെന്നാ? പള്ളി കെട്ടിക്കാൻ കൊണ്ട് നിർത്തിയെടുത്തു വെച്ച് എത്ര കല്യാണം മാറിയിരിക്കുന്നു. കണ്ടത്തിലെ കത്രിക്കുട്ടിയുടെ കല്യാണം മാറിയത് അങ്ങനല്ലേ? അപ്പോഴേ മാത്തുക്കുട്ടി, ഇത് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അമ്മച്ചോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ആ, അത് ശരിയാ. അനുസരണയുള്ള ആമ്പിള്ളേർ അങ്ങനെയൊക്കെയാ. എന്നാ മാത്തുക്കുട്ടി, ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യ്, വീട് വരെ ഒന്ന് പോയിച്ചു വന്നാൽ. നമ്മൾ ചെന്നൊരു കാറ് പിടിച്ചോണ്ട് വന്നാട്ട് അവൻ വേഗം പോയേച്ചു വരും. ഉടനെ അങ്ങോട്ട് മടങ്ങി ചെന്ന നാട്ടുകാർ പറയും അവൻ ഉദ്യോഗത്തിന് പോയിട്ട് ഒരു പോലെങ്കിൽ മടങ്ങിപ്പോന്നു. ആ, അത് നേരാ. ഞാൻ എഴുത്തയക്കാം. അതാ നല്ലത്. കേട്ടോ മാത്തുക്കുട്ടി കുഞ്ഞെ, ഇവിടുത്തെ വീട്ടുപേര് വെക്കുമ്പോഴേ ഈച്ചക്കാലിൽ നിന്ന് മാത്രം വെച്ചാ പോരാ, വലിയ വീട്ടിൽ ഈച്ചക്കാലിൽ നിന്ന് വെക്കണം. വലിയ വീടാ ഞങ്ങളുടെ തറവാട്. വലിയ വീടെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബമേ പകലോ മറ്റാ. ഞാനും പകലോട്ട ശേഖരം. അത് വരട്ടെ, അതാണ് ഈ ഐശ്വര്യം. നമ്മൾ ഇങ്ങോട്ട് വാ, അവൻ ഈ എഴുത്തൊന്ന് എഴുതട്ടെ. അപ്പഴേ ഉടനെ തന്നെ മറുപടി അയക്കണമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയേക്കണം മുകളില്. ആ, പിന്നെ മറക്കല്ലേ, വലിയ വീട്ടിൽ ഈച്ചക്കാലിൽ വെച്ചേക്കണം. പകലോ മറ്റും മറക്കരുത് കേട്ടോ. എന്താ കഴിഞ്ഞോ ബിസിനസ് ഒക്കെ? ഓഹോ, ചേട്ടൻ ഈ അഡ്രസ് ഒന്ന് എഴുതി തരാം. ചേട്ടന്റെ കൈപ്പട എന്ത് നല്ലതാ. സെലിൻ ഫ്രാൻസിസ്, കെയർ ഓഫ് പ്രൊഫസർ ഫ്രാൻസിസ്. എന്താ ചേട്ടാ എഴുതിക്കേ, സെലിൻ ഫ്രാൻസിസ്. അതെ, എന്റെ കൂട്ടുകാരത്തിയാ. അവരിപ്പോ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചേട്ടാ, ഇങ്ങോട്ട് ഓടി വരും. ഒരു നെഞ്ചുവേദന. അയ്യോ, എന്റെ കുഞ്ഞിന് വന്നു. അപ്പ നോക്കി നിൽക്കാതെ ഡോക്ടറെ വിളിക്കൂ. വേണ്ട, എനിക്ക് അല്പം കുറവുണ്ട്.
ഭയപ്പെടേണ്ട, എനിക്കിത് കൂടെ കൂടെ വരാറുണ്ട്. അല്പം വിശ്രമിച്ചാൽ മാറും. നിങ്ങളൊക്കെ പൊയ്ക്കോളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലല്ലോ. ശരീരം കൊണ്ട് നാം കേവലം അപരിചിതരാണെങ്കിലും പേരുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം സുപരിചിതരാണ്. ഞാൻ ഡോക്ടർ ഗ്രിഗറി. എന്താ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഡോക്ടർ ഗ്രഹണി. അല്പം തെറ്റിപ്പോയി. ഡോക്ടർ ഗ്രിഗറി. അപ്പോൾ മനസ്സിലായല്ലോ? ഇല്ലല്ലോ. പത്രങ്ങൾ വായിക്കാറില്ലേ? ഞാനല്ലേ പോത്തപ്പി കൊലക്കേസിലെ ഒന്നാം സാക്ഷി. 50,000 രൂപയും 2,000 രൂപയുടെ മാസം ആളിനെ അറിയാമോ? അറിയാമോന്നോ? ആ നാടക കമ്പനിയിലെ നടനില്ലേ ജോർജ്, അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 രൂപ സമ്മാനമുണ്ട്. ആ രൂപ ഞാൻ തന്നെ മേടിക്കും. അവനെ പിടിച്ചു കൊടുത്ത് ഞാൻ ആ പണം കൈക്കലാക്കും. പിന്നെ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നാടക മാനേജർ മിസ്റ്റർ മാണി ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. പണത്തിന്റെ കാര്യത്തിനായിരിക്കും. എന്റെ കണക്ക് പിള്ളയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. കണക്ക് നോക്കി പണം അങ്ങോട്ട് കൊടുത്തയച്ചേക്കാന്ന് പറഞ്ഞേക്കൂ. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. നിങ്ങൾ എല്ലാവരും അത് ചേരണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചിട്ടി ഫണ്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങളെ ചിട്ടി ചേരുന്നേ? എക്സ്ക്യൂസ് മീ മാഡം, ഇത് ചിട്ടിയല്ല, സംഘടന. ഇനി ആരുണ്ട്? പിള്ളേരുടെ പേരിവിടെ എഴുതിക്കോ. റീതാമ്മ മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി. അപ്പൊ ആൾക്ക് 4 പ്രവേശന ഫീസുണ്ട്. 2 തന്നാ പോരെ? എക്സ്ക്യൂസ് മീ മാഡം, 4 ബയലാ നിയമത്തിലുണ്ട്. എന്ത് നാശമാകുന്ന പേരെഴുതിയതാ റീതാമ്മ. റീതാമ്മ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിക്കളാണ് റീതാമ്മ. വെരി ഗുഡ്. അഭിനയം, പാട്ട് എല്ലാം കുറേശ്ശെ അറിയാം. കോളേജ് സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുക. വെരി ഗുഡ്. അപ്പോ ഞാൻ തുടർച്ചയായിട്ട് 4 ദിവസം കൂടെ വരാം. ആ ബയല ഉണ്ടല്ലോ, സംഘടനയുടെ ബയല, റീതാമ്മയെ ഒന്ന് പഠിപ്പിക്കാനായി. വേണ്ട വേണ്ട. ആ തൂവാഴന്ന് കാണട്ടെ. എന്തിനാ? ആ തൂവാഴ പോലിരിക്കുന്നല്ലോ. മാത്തുക്കുട്ടി എണീറ്റോ? ഇല്ല. ഈ ഡോക്ടറെ കൊണ്ട് മാത്തുക്കുട്ടി ഒന്ന് ഓഫീസ് ഉള്ളതാണ്. അപ്പഴേ ഞങ്ങളുടെ കണക്കപ്പിള്ളക്ക് ഒരാസുഖം ഒന്ന് വന്ന് നോക്കിയാച്ചു പോയട്ടെ. ഞാൻ തന്നെ നോക്കണം. വേണം വേണം. എന്താ അസുഖം? നെഞ്ചുവേദനയാ. നെഞ്ചുവേദന അല്ലല്ലോ, തുള്ളപ്പനിയാ. മിസ്റ്റർ ഒന്ന് നോക്കട്ടെ, പൾസ് നോക്കട്ടെ. നോക്കട്ടെ പൾസ്. ഡോക്ടർ സാർ, കാലിന് നല്ല തണുപ്പ്. ഞാൻ തന്നെ പരിശോധിക്കണോ? വേണം വേണം. അയ്യോ, ഇവിടെ അടുത്ത് മൃഗാശുപത്രി ഉണ്ടോ? എന്തിനാ? ഈ രോഗി ചവിട്ടുകയും തുഴിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ ചികിത്സ ഇയാൾക്ക് പറ്റുകയില്ല എന്ന് സംഘം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സംശയം. ഈ രോഗത്തിന്റെ കാരണം എന്താ? അല്പം മുമ്പ് വരെ ചക്കക്കുരു പോലെ ഇരുന്ന കൊച്ചന്. അതിന് കാരണം ഞാൻ പറയാം. സന്മാർഗത്തിന്റെ കുറവാണ്. മദ്യപാനം, വ്യഭിചാരം, മോഷണം, കൊലപാതകം എന്നീ രോഗങ്ങൾ സന്മാർഗമില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്നെ നോക്കണം, ഇത് മുഴുവൻ സന്മാർഗമാണ്. എന്ത് നല്ല ആരോഗ്യം, എന്ത് നല്ല ബലം, എന്ത് നല്ല ബുദ്ധിശക്തി. അസാൻമാർഗിയായ ഒരു മഹാരോഗിയുടെ ഫോട്ടോ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കണം. ഇത് നമ്മുടെ മാത്തുക്കുട്ടിയെ പോലെ ഉള്ളതാ, ഒരച്ചി വാർത്ത പോലെ ഇരിക്കുന്നു. ഇവരാണ് കുപ്രസിദ്ധ മോഷ്ടാവും കൊലപാതകയുമായ ജോൺ. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി, നീ ഇത് കണ്ടോ? അവന്റെ കിടുകിടുപ്പൊന്ന് മാറട്ടെ. ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൂക്കേട് കൂടിയേക്കും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. റീതാമേ, ഞാൻ നിൽക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ആ ബയല വെച്ച ഒരു ചെറിയ ട്യൂഷൻ ഹാഫ് ആൻ അവർ മതി. വേണ്ട വേണ്ട. പോയി. ചേട്ടന്റെ അസുഖം മാറിയോ? ഇത് കണ്ടോ ചേട്ടന്റെ ഫോട്ടോ?
ഞാൻ അറിയും വിദ്വാനെ, മഹാകള്ളനാണ്. ഞാനും അവനെ തിരക്കി നടക്കുക. ജോർജ് എന്ന പേര്. പലപ്പോഴും ഞങ്ങളെ തമ്മിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇനിയും ചേട്ടൻ തന്നെയാണോ കള്ളൻ? എന്താ മാത്തുക്കുട്ടി കാപ്പി കുടിക്കാൻ ഇത്ര താമസിച്ചത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഫിലിപ്പേട്ടിനെ കണ്ടില്ലല്ലോ. ഇന്ന് വെളുപ്പിനെ പോയതാ. പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ പറ്റിയില്ല. എങ്ങോട്ടാ പോയത്? നിന്റെ നാട്ടിലേക്ക്. എന്താ മുന്നേ? ഒന്നുമില്ല. കപ്പ് പൊട്ടിയല്ലോ. അത് സാരമില്ല. മാത്തുക്കുട്ടിയുടെ വീട്ടിലും കയറുമെന്നാ പറഞ്ഞത്. ഞങ്ങൾ വേണ്ടപ്പെട്ടവരോടെല്ലാം ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞു. അത് വേണ്ടായിരുന്നു ചേട്ടത്തി. അതെന്താ? കുറെ കഴിഞ്ഞു മതിയായിരുന്നു. എന്തിനാ താമസിപ്പിക്കുന്നത്? അയൽക്കാർ അതും ഇതും പറയുന്നതിന് മുമ്പേ നമുക്ക് കല്യാണം അങ്ങ് നടത്തിക്കളയാം. അതാ നല്ലത്. സത്യ പൊടി പൊടിക്കണമെന്ന് തന്നെയാ വിചാരം. ചെറുക്കൻ എന്താണ് ജോലി? പഠിത്തക്കാരനാണോ? BA തോറ്റതാ. അവൻ എന്റെ സിറ്റി ഓഫീസിൽ ഒരു മാനേജരായിട്ട് അങ്ങനെ ഇരിക്കുക. ഭാഗ്യവാൻ. ചെറുക്കൻ പരമയോഗ്യ അംഗപ്പെട്ട സ്വഭാവം ദൈവം കൊണ്ട് തന്നത് അവന്. അവിടെ അടുത്തുള്ളതാണോ അതോ? അവന്റെ വീട് അല്പം വടക്ക. നിങ്ങളുടെ നാടക നോട്ടീസിൽ ഒരുത്തനുണ്ടല്ലോ, അവനെ പോലെ തന്നെ ഇരിക്കും. വെരി ഗുഡ്. ചെറുക്കൻ ഇവൻ തന്നെയല്ലേ? ഇവനെ പോലെയൊക്കെ ഇരിക്കും. ഇവനെങ്ങാണ്ട് കിടന്ന് നാടകക്കാരനല്ലേ? രണ്ടിനെയും കൂടെ കണ്ടാല് ഇരട്ട വെച്ചതുപോലെ തോന്നും. പേര് ജോർജ് എന്നല്ലേ? പിന്നെ ഞങ്ങള് മാത്തുക്കുട്ടി മാത്തുക്കുട്ടി എന്ന് വിളിക്കും. എത്ര നാളായി ഇവിടെ ജോലി ചെയ്തു? കുറച്ച് ദിവസമായുള്ളൂ. ഓഹോ. എന്തോ ഫിലിപ്പ് ചേട്ടന് കാപ്പിയോ ചായയോ എന്താ വേണമെന്ന് കൊടുക്കണം. മറ്റു വല്ലതും വേണമെങ്കിൽ അലമാരക്കകത്തുണ്ട്. ഡോക്ടർ, ഫിലിപ്പിന്റെ വീട്ടിൽ പോയപ്പോൾ ആ ജോർജിനെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ നെഞ്ചുവേദനയാണെന്നും പറഞ്ഞു ഒരാൾ എന്നിട്ട് ഞാൻ ചെന്നു മോഹം കണ്ടില്ല. കമിഴ്ന്നിടക്കലായിരുന്നു. ഉടനായവും നിറവും കണ്ടപ്പോ എനിക്കൊരു സംശയം. എന്ത്? പോയെങ്കിൽ ആ പെണ്ണിന്റെ കയ്യില് ആ 10 രൂപ ഉണ്ടായിരുന്നു. തുവാല ഇത് തന്നെയായിരുന്നു. അത് സംശയമുണ്ട്. വെരി ഗുഡ്. ഫിലിപ്പ് ചേട്ടാ, ചേട്ടനെ ഞാൻ വീട്ടിനടുത്ത് വരെ കൊണ്ടുപോയി വിടാം. എനിക്കും അവിടെ അടുത്ത് വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചേട്ടന്റെ വീട്ടിലേക്ക് വരണം, കാപ്പി കുടിക്കണം എന്നൊന്നും നിർബന്ധിക്കരുത്. അതിനടുത്ത് വരെ വന്നിട്ട് നിങ്ങളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാതെ വിടുമോ? വില്യം, എന്താ? ഞാനൊന്ന് പോയിട്ട് വരാം. വരുന്ന വരെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. വരണം ചേട്ടാ. പ്രിയപ്പെട്ട സെലിൻ, എന്റെ കല്യാണമെല്ലാം നിശ്ചയിച്ചിരിക്കുകയാണ്. തീയതി ഉടനെ അറിയിക്കാം. എന്റെ മണവാളനാകാൻ പോകുന്ന ആൾ എങ്ങനെ ഇരിക്കുന്നെന്ന് സെലിൻ അറിയണ്ടേ? ഇതാ ഇതിന്റെ കൂടെ ഒരു പടമില്ലേ, അതുപോലെ ഇരിക്കും. പടത്തിലെ ആളല്ല കേട്ടോ, അയാളൊരു കള്ളനാണത്രേ. എന്ന് റീറ്റ. ഡാഡി, എന്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. വേഗം വന്നേക്കാം. ശരി. ഈ പട്ട് തൂവാല എന്റെ ഹൃദയത്തിന്റെ അംശമാണ് റീത്ത. ഓ, ഒരു തൂവാലയുമുണ്ട്. അതിനെ പുകഴ്ത്താനേ ഈ ചേട്ടന് സമയമുള്ളൂ. റീത്ത, ഇവിടെ ആരോ വന്നു, പോയി നോക്കൂ. അമ്മേ അമ്മേ, അപ്പൻ ദേ ജീപ്പിൽ വന്നിരിക്കുന്നു. 5-6 വിരുന്നുകാരുമുണ്ട്.
അല്ല ഇതാരോ മാണിച്ചരോ എന്താ പതിവില്ലാതെ? ഈ ഫിലിപ്പ് ചേട്ടൻ പറഞ്ഞു വിവാഹാടിയന്തരത്തിന് എല്ലാവരും നേരത്തെ കൂട്ടി വരണമെന്ന്. ഫിലിപ്പ് ചേട്ടൻ പറഞ്ഞ പിന്നെ വരാതിരിക്കാൻ ഒക്കും. മാത്തുക്കുട്ടിയെ വിളിച്ചേ ഇവരൊക്കെ ഒന്ന് കാണണമല്ലേ? ഇരുന്നാട്ട് മാണിച്ച മോളെ കാപ്പി. 2-3 പേരെന്താ പരിയമ്പുറത്തേക്ക് പോകുന്നത്? ഓ ചുമ്മാ സ്ഥലം കാണാൻ പോകുന്നതാ. അമ്മേ അമ്മേ ചേട്ടനെ കാണുന്നില്ല. അവിടെ ഞാൻ കാണും പെണ്ണെ. ഇല്ലമ്മേ, എല്ലാ മുറിയിലും നോക്കി, ബാഗും കാണുന്നില്ല. അവൻ പിന്നെ എവിടെ പോയി? ആ പെരുങ്കള്ളൻ ജോർജ് നിങ്ങളെ കബളിപ്പിച്ചു. കർത്താവ് ചതിച്ചോ? അവൻ ദൂരെ എങ്ങും പോയി കാണില്ല. ബാ, അന്നേ ഞാൻ പറഞ്ഞതാ, അനുഭവിച്ചോ? മനസ്സിൽ കണ്ടതെല്ലാം മടികുത്തി പിരിഞ്ഞല്ലോ. നിങ്ങളുടെ ഇതിലൂടി ജീപ്പ് എടുക്ക്. വേഗം വിടുന്നേ. ഈ വണ്ടി കയറി ആളവിടെ ഒന്ന് പോണകെ. ഈ വണ്ടിയിൽ ആരും കയറിയില്ല. കളവ് പറയരുത്. ഒന്ന് ചെല്ലുവേ, ഇത് വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല. അവനോട് എവിടെയെങ്കിലും തന്നെ കാണും. നിങ്ങളെല്ലാവരും കയറണം. ഒരു അല്ല, മാത്യൂസ് ഒന്ന്. പക്ഷേ അദ്ദേഹം കള്ളനായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നോട് മാത്യൂസിന് ഇഷ്ടമായിരുന്നു? വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ആ പട്ടുതൂവാല പോലും തരാതെ ഒരു നല്ല പട്ടുതൂവാല. ചേട്ടന് അതിനെ പുകഴ്ത്താനേ എപ്പോഴും സമയമുണ്ടായിരുന്നുള്ളൂ. ഞാൻ പോന്നു റീറ്റ, പിന്നെ കാണാം. സെലിൻ, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട റീറ്റ. എന്റെ ആയുസിൽ ഞാൻ ഇതുപോലെ ഓടിയിട്ടില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഒരു കൊള്ളക്കാരനെ വീട്ടിൽ താമസിപ്പിച്ച് സ്വന്തം മകളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ചേട്ടനെ വെറുതെ വിടുമെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അയ്യോ എന്റെ മാണിച്ച, മഹാഭാവി ഞങ്ങള് അവമാനിക്കല്ലായിരുന്നു ചെയ്ത്. അതുകൊണ്ട് അവനെ തിരഞ്ഞു പിടിക്കേണ്ട ചുമതല നിങ്ങളതാ.
ഞാൻ ആ ദ്രോഹിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അവൻ ഞങ്ങളുടെ മാനവും വിലയും നശിപ്പിച്ചു. തിരുമണ ഡൂക്കിലേ തിരുമ. അയ്യോ, കള്ളൻ ജോർജ് ഈ ടൗണിൽ വന്നിട്ടുണ്ടെന്നാണ് അറിയാം. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പറ്റുള്ളൂ. പത്രം കൂടെ കയ്യിലിരിക്കട്ടെ. കമ്പോളത്തിലും മറ്റും ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാരെ കൂടെ അറിയിച്ചു. ചെയ്യുന്നവർക്ക് 1000 രൂപ പ്രതിഫലം നൽകുന്നതാണ്. അതെല്ലായിട്ട് മറിക്കാതെ വാങ്ങുന്നെങ്കിൽ വേഗമാണ്. നേരെ സന്ധ്യയായി. പേരറിഞ്ഞിട്ട് എന്ത് വേണം? ഓരോ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. പൂക്കൾ വേണോ? പൂക്കൾ ഇതിന് കോളേജിൽ നിന്ന് ഇറങ്ങിയോ? എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഡ്രൈവർ അത് വാങ്ങിച്ചോളൂ. ഇടോ അവിടെ വയ്ക്കണ്ട, പൊടി പറ്റും, അകത്ത് വെച്ചേക്കും. സെലിൻ, എന്താ ഡാഡി? നേരത്തെ പോണം. എവിടെ പോകുന്നു? കോളേജ്. എന്താ പേര്? ലില്ലി. ഓ, ലില്ലി ഫ്ലവർ. പേര് അംബുജ. ആനന്ദർ ഫ്ലവർ. എന്നെ അറിയുമായിരിക്കുമല്ലോ. ഇല്ലല്ലോ, ആശുപത്രിയിൽ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ആശുപത്രി വെച്ചോ? ആ, പ്രാന്താശുപത്രിയിൽ വെച്ച്. ഓ, നോ 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 നോ, അത് ഞാനല്ല, എന്റെ ഫാദറാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ ഡോക്ടർ കയറി. നമസ്കാരം സാഹിബേ. നമസ്കാരത്തിന് ദിന പരിഷ്കാരം പോരാ. വീട്ടിലെന്ന് ചോദിച്ചിട്ടാകട്ടെ. വെരി ഗുഡ്. ലോകരക്ഷയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഞങ്ങൾ സന്മാർഗ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. ഇതാ, ഇത് ഞങ്ങളുടെ പ്രൊപ്പഗണ്ട നോട്ടീസാണ്. നാട്ടിലുള്ള എല്ലാ യുവതി യുവാക്കളെയും ഇതിൽ ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരൂടെ എഴുതിട്ട് മെമ്പർഷിപ്പ് ഒന്നിന് നാളെ കള്ളുകുടി, അരികുറയ്ക്കൽ, തുണികുറയ്ക്കൽ തുടങ്ങിയ സാങ്കേതിക രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയാണ് ഞങ്ങളുടെ മുഖ്യ ഉദ്ദേശം. ഇതിൽ ഒടുവിൽ പറഞ്ഞ തുണികുറയ്ക്കൽ എന്ന സാങ്കേതിക രോഗത്തിന് നിങ്ങൾ രണ്ടുപേരും ഇടയായതിൽ എനിക്ക് അസ്വാദത്തിന് ഡോക്ടർ കിറുകൾക്ക്
അതിയായ വ്യസനമുണ്ട്. ഇത് സെക്സ് എന്ന മഹാരോഗത്തിന് കാരണമാകും. നോക്കൂ, നിങ്ങൾ എന്റെ കോട്ട് നോക്കൂ. എന്തിറക്കം, എന്ത് കത്തി. മറ്റേ രോഗത്തിനൊന്നും ചെയ്യുന്നില്ലേ? എന്ത് രോഗം? നിങ്ങളുടെ പരിഷ്കാരം കൊണ്ട് യുവാക്കന്മാർക്ക് ഭ്രമവും വൃദ്ധന്മാർക്ക് പരിഭ്രമവും എന്നെ പോലുള്ള മഹാന്മാർക്ക് എനിക്കറിയാം. നിങ്ങളുടെ വസ്ത്രങ്ങൾ കാഴ്ചകളായി സൂക്ഷിക്കാൻ എന്റെ സംഘടന ശക്തിയായി ശുപാർശ ചെയ്തു. ബൈല പഠിക്കുന്നവർക്ക് ഫ്രീ ട്യൂഷനാണ്. അല്ല, അതും ഉണ്ടോ? ട്യൂഷന് സായിപ്പ് തന്നെയാണോ? യെസ് മാഡം. 4 മണിക്ക് ശേഷം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ബൈല പഠിപ്പിക്കുന്നു. വെറും അവർ മതി. ശരി, വരണം, പണം വാങ്ങിത്തരാം. അങ്ങോട്ട് നിന്നാ പോകും. പാസായത്തെ പണം വാങ്ങിത്തരാം. അയ്യോ, അവിടെ അടി ഇടി മുതലായ മഹാരോഗങ്ങളുണ്ട്. അയ്യോ, കാന്തൻ. അമ്മേ, മോളെ എവിടെ? ആരാടാ നിന്റെ അമ്മ? എന്താടാ കൊലപാതകി, കള്ള? അമ്മേ, പാടുപെട്ട് എന്റെ സർവസ്വമായി വളർത്തിക്കൊണ്ടുവന്ന നീ എന്തിനാ മോഷ്ടിച്ചത്? എന്തിനാ കൊലപാതകിയായത്? അമ്മേ, ഞാൻ നീ എന്റെ മകനല്ല, നീ കള്ളനാണ്, നീ കള്ളനാണ്, കള്ളൻ, കള്ളൻ, കള്ളൻ. അമ്മച്ചി കഞ്ഞി കുടിച്ചില്ലേ? എനിക്ക് വേണ്ട മോളെ. അമ്മച്ചി കരയാതെ. എങ്ങനെ കരയാതിരിക്കും? എന്റെ മോനെ ഞാൻ തന്നെ ഒറ്റ കൊടുത്തില്ലേ? ഒക്കെ ആയാലും ഞാൻ അവന്റെ പെട്ടതുള്ളേ. നീ ഞങ്ങൾ സംഘത്തിൽ ചേരണം. ഉത്തമമായ മാതൃക. നിനക്ക് ബ്രാൻഡി വേണോ? ബ്രാൻഡി വേണ്ട, ഞാൻ കുടിക്കില്ല. നീ കുടിക്കണം. ഞാൻ പോട്ടെ. നീ കുടിക്കണം. നീ കുടിക്കണം. വേണ്ട. ഒരു ടീ. അതാ ആ കോണിലിരുന്ന് ചായ കുടിക്കുന്ന കണ്ടോ? ജോർജ്. ജോർജ് ഇന്ന് പൂക്കളെല്ലാം നേരത്തെ വിറ്റു, നോട്ടുകളെല്ലാം മാറിക്കിട്ടി. മിടുക്കി.
എന്തിനാ എന്നുമെന്നും ഈ നോട്ടുകളൊക്കെ മാറുന്നത്? നിന്നോട് വല്ലവരും ചോദിച്ചോ? ഒരിടത്ത് തന്നെ മാറരുത് കേട്ടോ. ചില്ലറ നോട്ടുകൾ അങ്ങനെ അടുക്കി വെക്കുന്നത് ഒരു കൗതുകമാണ്, അത്രേ ഉള്ളൂ. വല്ലവരും ചോദിച്ചാൽ എന്ത് പറയണമ്മ? വീട്ടിൽ ഒരുപാട് വേലക്കാരുണ്ട്, അവർക്ക് കൂലി കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി. മാ, ഇതെവിടുന്ന ഇത്രയും നോട്ട്? നിനക്ക് എന്തെല്ലാം അറിയണം പെണ്ണെ? നീ പോയി പൂക്കൾ കെട്ട്. മൂപ്പിലേ മൂപ്പിലേ അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒരു തലക്കറക്കം പോലെ തോന്നി. ഈ ചുമടൊന്ന് താങ്ങിത്തരാം. ഓ, ഞാൻ എടുത്തോളാം. അമ്മ വരൂ. അമ്മയ്ക്ക് സഹായത്തിന് ആരുമില്ലേ? ദൈവമുണ്ട്. ഈ കെട്ട് എവിടെ കൊണ്ടുപോകാനാ? തെക്കേ കവല വരെ. ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു. എവിടാ മൂപ്പിലാന്റെ വീട്? മുമ്പ് കേട്ടിരിക്കില്ല. വളരെ ദൂരെയാ എന്റെ വീട്. ഇവിടെ അടുത്താണ്. ഞാനിവിടെ താമസമായിട്ട് 5-6 മാസമേ ആയുള്ളൂ. അപ്പോ അമ്മ ഈ നാട്ടുകാരിയല്ലേ? അല്ല മൂപ്പില്, എന്റെ നാട് കുറച്ച് വടക്കാണ്. കുറച്ച് സൗകര്യത്തിലൊക്കെ കഴിഞ്ഞവൾ. വീടും കൂടും എല്ലാം പോയി. ഇപ്പം കൂലി വേല ചെയ്താ കഴിയുന്നു. മക്കൾ ആരുമില്ലേ? ഒരു മകളെ കൂട്ടത്തിലുള്ളൂ. മകനും ഉണ്ടായിരുന്നു. മരിച്ചുപോയോ? ഇല്ല, അവൻ മരിക്കുകയായിരുന്നു. എനിക്ക് മാനം. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? മകനെപ്പറ്റി അമ്മ അങ്ങനെ പറയാമോ? അത്രയ്ക്ക് മനസ്സ് വേദനിപ്പിച്ചവനവൻ. അവനൊന്നും തരാഞ്ഞിട്ടാണോ? എനിക്കൊന്നും തരേണ്ട, ഒരു കൊച്ചുകാശ് പോലും തരേണ്ട. കൂലി വേലയെടുത്ത് അവനെ പോറ്റാൻ ഒരുക്കമുള്ളവളാ ഞാൻ. പക്ഷേ എന്റെ മുഖത്തവൻ കരുതേച്ചു മുമ്പിൽ. അത്ര മോശമാകുമോ? അങ്ങനെ സംഭവിച്ചു പോയി. എന്റെ മകൻ ഒരു കള്ളനായി പോയി. കള്ളനോ? അതോർക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുകയാ മൂപ്പില്. ഇല്ലമ്മേ, അവൻ മോഷ്ടിച്ചിരിക്കില്ല. ഒരു നല്ല കുടുംബം അവൻ മൂലം നശിച്ചു. എന്റെ കഷ്ടപ്പാടുകൾ വല്ലതും അവൻ അറിയുന്നുണ്ട്. ദാ ഇതിൽ വേണ്ടമ്മേ, അമ്മയ്ക്കൊരു ചെറിയ സഹായം ചെയ്തതിന് എനിക്ക് കൂലി വേണ്ട. മൂപ്പില് കൂലിയോ വാങ്ങിയില്ല. എന്റെ കൂടെ വീട്ടിലെറ്റാൻ വന്നാൽ. ശരിയമ്മേ, ആ പുണ്യമുള്ള കൈകളിൽ നിന്നും എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് തോന്നിപ്പോകും. അമ്മയുടെ വീടും കാണാമല്ലോ. എന്നാൽ വരും. മൂപ്പിലിന് മക്കൾ ആരുമില്ലേ? പോയിക്കഴിഞ്ഞോ? എന്താ മിസ്റ്റർ വില്യം, ഞാൻ വാങ്ങിയ പുതിയ കാർ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാമോ? കൊള്ളാം. പക്ഷേ ഇത് എന്നെ കൂടെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. ഓ, എല്ലാ കാര്യവും എപ്പോഴും എല്ലാവരെയും അറിയിക്കാൻ ഒക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലരെ അറിയിച്ചെന്നും ഇരിക്കും. അപ്പോൾ ഈ കാറും ഈ കാറിന്റെ ഉടമസ്ഥനെയും കണ്ടില്ലെന്ന് വരും. അത് കാണാൻ പോണ പൂരം, അത് കള. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ എന്തിനു പിണങ്ങുന്നു? എല്ലാം പപ്പാതിയാണെന്ന് നമുക്ക് പണ്ടേ ഒരു കരാറുണ്ടായിരുന്നല്ലോ. അതെല്ലാം അങ്ങ് മറന്നു കളഞ്ഞു. അതിനെന്താ, നമുക്ക് കണക്ക് നോക്കി കളയാം. എന്തായാലും കാണും ചില കണക്കുകളൊക്കെ. ഏയ് പൂക്കാരി, ഇങ്ങ് വരൂ. നോക്കട്ടെ എന്ത് പൂക്കളുണ്ടെന്ന്. നിങ്ങളുടെ പുതുതായി വന്നതാണോ? പുതിയതൊന്നല്ല, 4-5 കൊല്ലങ്ങളായി ഞങ്ങൾ വേറൊരു നാട്ടിലായിരുന്നു. ഭർത്താവിന് എന്താ ജോലി? നീ പെണ്ണ് തിരക്കിയിട്ടില്ലല്ലോ. നിന്റെ പേരെന്താ? എന്റെ പേര് അമീനാന്ന്. അപ്പനെ അമ്മയൊക്കെ ഉണ്ടോ? സ്വദേശം എവിടാ? ആ ശരി, മിടിക്ക്. പേരെന്താ? ശരി. ധർമ്മം തരണേ.
കിട്ടു, ഈ പിച്ചക്കാരന് വല്ലതും കൊടുക്കേ. കൂടെ കൂടെ പൂ കൊണ്ടുവരണം കേട്ടാ. കൊണ്ടുതരാമേ. സ്ഥലം വിട്ടുക. ഈ നഗരത്തിൽ നല്ല കാവലേർപ്പെടുത്തിയിട്ടില്ലേ? അവൻ ഇവിടെ തന്നെ കാണും. ശരിക്കും അന്വേഷിക്കേ, പിടിച്ചുകൊണ്ടേ വരാവൂ. ഇതിനകത്ത് എന്തോ ശബ്ദം കേട്ട? വല്ല പെരിച്ചാഴിയോ മറ്റോ ചാടിയതായിരിക്കാം. ഏതായാലും വാ നോക്കാം. ഈ മതിൽ പൊക്കം കൂടുതലാണല്ലോ. ഇങ്ങ് വരി. ഒരു സാധുവാണ്, മഴ കൊണ്ട് കയറിയതാ. ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. പാവം നനഞ്ഞു കുളിച്ചിരിക്കും. ഇയാള് വല്ല കള്ളനോ മറ്റാണെന്ന് ഇങ്ങനെ അറിയും. അല്ലേ മോളെ, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സങ്കടകരമായ രാഗം കിട്ടുന്നത്? അതാണ് എനിക്കിപ്പോ സന്തോഷം. സങ്കടമാണോ നിനക്ക് സന്തോഷം? മോളെ, നിനക്ക് ഞാനൊരു വിവാഹം ആലോചിച്ചുറച്ചു വെച്ചിരിക്കുക.
വിവാഹിതയാകാൻ പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഞാൻ മംഗളം നേരുന്നു. ഞാനൊരു കള്ളനാണെന്ന് സെലിൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ കള്ളനല്ല എന്നറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. കള്ളം ഒരു കാലത്ത് തെളിയും. നീതിയേക്കാൾ ഈടുണ്ടു സത്യത്തിൽ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ യാചക വേഷത്തിൽ ഇവിടെ താമസിക്കുന്നത്. എന്റെ പാവപ്പെട്ട അമ്മയെയും മോളിയെയും ഞാൻ കണ്ടു. പോലീസ് സ്റ്റേഷനടുത്തൊരു കൊച്ചു മൺകുടിൽ. ആ അഗതികളിൽ സെലീന് കരുണ തോന്നണം എന്ന് അപേക്ഷിക്കുന്നു. എന്ന് ചോദിച്ചു. അയ്യോ ചെവിടാ, അയ്യോ ചെവിടാ, അയ്യോ ചെവിടാ, അയ്യോ ഇതാരുമില്ലേ? സംഘം പ്രസിഡന്റ് ഡോക്ടർ ഗഗറി, സന്മാർഗത്തിന്റെ മൂടുപടമിട്ട മനുഷ്യ പിശാച്, എന്നെ ഞാൻ താൻ പൊയ്ക്കോ, എന്നെ കണ്ടോളാം. ആ കള്ളന്മാരെന്നെ തട്ടിക്കൊണ്ടുപോയെന്നെ. മൂപ്പിൻ എന്റെ ജീവനെ രക്ഷിച്ചു. ഇത്രയധികം രൂപ കിട്ടുമോ പൂക്കൾ വിറ്റാൻ? ഇതൊക്കെ മൂപ്പിനറിഞ്ഞിട്ട് എന്ത് കാര്യം? ഏതായാലും ഇത്ര ഇരുട്ടുന്നവർ താമസിക്കരുത്. വേഗം പൊയ്ക്കോളൂ. എനിക്ക് പേടിയാവുന്നു. അവന്മാർ ഇനിയും മൂപ്പിനൂടെ വരാമോ? വരാം. എനിക്കും അന്തി ഉറങ്ങാൻ ഇടമില്ലാതായിരിക്കുന്നു. വരണം. ഒരു പാർട്ടിക്ക് പോയിരിക്കുക. 7 മണിക്ക് വണ്ടി കൊണ്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ വരൂ, നമുക്ക് അടുത്തൊരു സ്ഥലം വരെ പോയിട്ട് വന്നേക്കാം. പൂവിക്കാൻ പോയിരിക്കുക. അവൾക്ക് രഹസ്യം അവൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അവൻ പാവമാണ്. അവളുടെ കാര്യം ഞാൻ നോക്കിയോളാം. അക്കാര്യത്തെ കുറിച്ച് ഞാൻ ഒട്ടും ഭയപ്പെടേണ്ട. അത് മതി. ഇതാ 3000. ഇതാ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചു. കമ്മീഷൻ തരും. എണ്ണി നോക്കിയോളാം. എനിക്ക് മായ വിശ്വാസമാണ്. കാര്യമൊക്കെ ശരി. വളരെ ജാഗ്രതയായിരിക്കണം. എന്നെ കുഴപ്പത്തിലാക്കരുത് കേട്ടോ. മാറ്റേ പോത്തപ്പിയെ വിശ്വസിക്കാമായിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കും. പക്ഷേ ആരൊക്കെയോ നമ്മൾ സംശയിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. എല്ലാം മായയുടെ ഭീതിയാണെന്ന്. എന്നാൽ വരൂ. അമീന, അയാൾ തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? പൂച്ചയ്ക്ക് എന്താ പുനരുക്കുന്നിടത്ത് കാര്യം? വരൂ. ഇതാരാ? ധർമ്മക്കാരനോ? തരക്കേടില്ലല്ലോ. ഈ ഓണം കയറാൻ മൂലയിൽ അന്തിപ്പിച്ചിക്ക് വന്നിരിക്കുന്നു. പോയിക്കോ പോയിക്കോ. ഇത് ധർമ്മം കൊടുക്കുന്ന വീടല്ല കേട്ടോ. പോയിക്കോ. മാ, ഇയാളൊരു പാവമാ. ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പം 1-2 പേരെന്നെ ഉപദ്രവിക്കാൻ വന്നു. ഇയാളാ എന്നെ രക്ഷിച്ചത്. ഈ കളവനോ? അതെ, എനിക്ക് തനിയെ വരാൻ പേടിയായിട്ടാ ഇയാളും കൂടി വന്നത്. ശരി, എന്തെങ്കിലും കൊടുത്തു വിടും. ഈ രാത്രിയില് ഇനി 6 കടന്നു പോകാൻ ഈ കിഴവന്. മാ, പാവം ഇന്ന് രാത്രി ഇവിടെ എങ്ങാനും കിടന്നോട്ടെ. കണ്ടിട്ട് സങ്കടം തോന്നുന്നു. ആ ചെറിയ ചായപ്പിനെങ്ങാനും കിടന്നോട്ടെ. കിളവാ, രാവിലെ തന്നെ സ്ഥലം വിട്ടോളണം കേട്ടോ. അതാ ആ മുറിയിൽ കിടന്നോളൂ. മൂപ്പിനെ കഥ തുറക്കാൻ. കഥ തുറക്കാൻ.
ഞാൻ തന്നെയാണ് ജോർജ്. പക്ഷെ ഞാൻ കള്ളമില്ല. ഞാൻ എല്ലാം തോന്നി പറയാം. മീന, നിന്റെ ജീവനെ രക്ഷിച്ചത് ഞാനല്ലേ? എന്നെ നീ ഒറ്റ കൊടുക്കരുത്. ഇവിടെ ഇരിക്ക്. എന്റെ കഥ ഞാൻ പറയാം. നീ അത് കേൾക്കുമ്പോൾ നിനക്ക് എന്നോട് ദയവ് തോന്നും. ഏതായാലും ഇത് കഴിക്കും. മോളി മോളി, അമ്മ കരയാതിരിക്കും. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് 100 പുണ്യം കിട്ടും. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നൊന്നാക്കിയ ഈ തള്ളയ്ക്ക് ഒരു ബോധവും ഇല്ല. വരമ്മേ, വേഗമാവട്ടെ. മോളിക്ക് വളരെ കൂടുതലാണ്. ആശുപത്രിയിൽ പോവാം. എന്റെ കാറുണ്ട്. നിർഭാഗ്യകരമായ എന്റെ അനുഭവം നീ കേട്ടല്ലോ. ഞാനൊരു കള്ളനും കൊലപാതകയുമല്ലെന്ന് നീയെങ്കിലും വിശ്വസിക്കുമോ? തീർച്ചയായും. പക്ഷേ ഒന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ? ഈ പട്ടുതുവാലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന്. അമീന, ഞാനും സെലീനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ശക്തി നീ മനസ്സിലാക്കിയിട്ടില്ല. ഇതെന്റെ കയ്യിലിരിക്കുമ്പോൾ അവളുടെ ഹൃദയം എന്റെ കയ്യിലിരിക്കുകയാണെന്ന് തോന്നിപ്പോവുകയാണ്. ഈ തൂവാലയിൽ നോക്കുമ്പോൾ എന്റെ സെലീന്റെ കണ്ണും മുഖവും എല്ലാം ഞാൻ കാണുകയാണ്. ക്ഷമിക്കണം ചേട്ടാ, ഇത്രത്തോളം ബന്ധമുണ്ടെന്ന് ഞാൻ ധരിച്ചില്ല. പക്ഷേ അമീന, എന്താ? എന്നെ ഏറ്റവും സ്നേഹിക്കുകയും ഏറെ വിശ്വസിക്കുകയും ചെയ്ത എന്റെ സെലീൻ പോലും ഇന്ന് എന്നെ വെറുക്കുന്നുണ്ടാകും. അവൾക്കത് സാധ്യമല്ല ചേട്ടാ, ഒരിക്കലും സാധ്യമല്ല. നിനക്കതെങ്ങനെ അറിയാം? പൂർണ്ണമായി സ്നേഹിച്ച ഒരു പുരുഷനെ മറക്കുവാൻ കളങ്കമില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഞാനൊരു കള്ളനും കൊലപാതകയുമാണെന്നല്ലേ അവളുടെ ഇപ്പോഴത്തെ വിശ്വാസം? ആ വിശ്വാസം ഒരിക്കലും അവൾക്കുണ്ടാകുകയില്ല. ഞാൻ കൂടെ കൂടെ സെലിനെ കാണാറുണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ പൂക്കളുമായി ചെന്നപ്പോൾ സെലിൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ മുഖത്ത് ഞാൻ കണ്ട വിഷാദത്തിന്റെ അർത്ഥം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. നോവുന്ന കണ്ണുകളോടെ ചേട്ടന് വേണ്ടി അവൾ കാത്തുകാത്തിരിക്കുകയാവണം. അമീന, നിന്റെ വാക്കുകൾ എനിക്ക് ആശ തരുന്നു. എങ്കിലും എന്റെ ഹൃദയം നീറുകയാണ്. നൊന്ത് പ്രസവിച്ച എന്റെ പാവപ്പെട്ട അമ്മയെയും എന്റെ കണ്ണുകളിൽ മാത്രം നോക്കിക്കഴിഞ്ഞ് എന്റെ കൊച്ചു പെങ്ങളെയും കാണുവാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല. രാത്രിയുടെ പുറകെ പ്രകാശം തീർച്ചയാണ് ചേട്ടാ. സത്യത്തിന്റെ ദീപം അധികകാലം മൂടിവെക്കാൻ എന്റെ കൊച്ചനിയതി, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് എന്റെ മനസ്സിനൊരല്പം ആശ്വാസം കിട്ടിയത്. നിഷ്കളങ്കമായ നിന്റെ സ്നേഹത്തിന് പകരം നൽകുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അമീന. ഇന്നോളം സ്നേഹമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത എനിക്ക് ഒരു ചേട്ടനുണ്ടായി. അതിൽ കൂടുതലായി യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമീന, ഈ കാരാഗ്രഹത്തിൽ നീ എങ്ങനെ കടന്നുകൂടി? ഒന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നെ വളർത്തിയത് മായാണെന്ന് മാത്രം എനിക്കറിയാം. ആ സ്നേഹത്തെ ഞാൻ ഭയപ്പെടുന്നു. അവർക്ക് വേണ്ടി അവരെന്നെ സ്നേഹിക്കുകയാണ് ചേട്ടാ. കൊലച്ചോർ ഉണ്ണുന്നതായി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്റെ അനിയത്തി ഒട്ടും നിരാശപ്പെടണ്ട. എന്നെങ്കിലും ഞാൻ സ്വതന്ത്രനാകുമെങ്കിൽ അന്ന് നീയും സ്വതന്ത്രയാകും. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട് അമീന. ആ മാണിയും കൂട്ടരും എന്തിനാണ് അവിടെ വരുന്നത്? എനിക്കൊരു രൂപവുമില്ല. അവരൊക്കെ മായയുടെ ബന്ധുക്കളാണെന്ന് പറയുന്നു. ആ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ചേട്ടാ. മനസ്സിലാക്കാൻ കഴിയാത്ത പലതും. അതിലൊന്നാണ് ചെറുതാക്കാൻ വേണ്ടി എന്നും എന്റെ കയ്യിൽ തന്നേക്കാനുള്ള വലിയ നോട്ടുകൾ. ഇത്രയധികം നോട്ടുകൾ അവർക്ക് എവിടെ കിട്ടി? ഒരിക്കൽ ഞാനത് ചോദിച്ചു. അവരെന്നെ നോക്കി കൊന്നുകളഞ്ഞു. എന്റെ ഊഹം ആ നോട്ടുകൾ കള്ളനോട്ടുകളാണെന്നാണ്. അതോട് ചേർന്ന് വേറെയും കാണും രഹസ്യങ്ങൾ. എനിക്കിവിടെ കഴിയാൻ തന്നെ പേടി തോന്നുന്നു. ഭയപ്പെടേണ്ട, താമസിയാതെ തന്നെ എല്ലാം നേരെയാകും. രാത്രി ഏറെയായല്ലോ, ഞാൻ പോകട്ടെ ചേട്ടാ. ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരുമോ? ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ ഞാൻ അന്യയാണോ? പെങ്ങളായി എന്നെ അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ട്? ക്ഷമിക്കണം, നാളെ എന്റെ അമ്മയും പെങ്ങളെയും ഒന്ന് കണ്ടിട്ട് എന്നെ വിവരം അറിയിക്കും.
ചേട്ടനെ എവിടെ കാണും? വൈകുന്നേരം കടവിൽ വരാം. ശരി, ഞാൻ അവിടെ ചേട്ടന് വേണ്ടി കാത്തിരിക്കും. അമീന, എന്താ ചേട്ടാ? എന്നെ സംബന്ധിക്കുന്ന രഹസ്യം ആരോടും നീ പറയരുത്. ചേട്ടൻ പറയാതെ തന്നെ എനിക്കതറിയാം. എന്റെ ചേട്ടനെതിരായി ഒരക്ഷരം പോലും ഈ നാവിൽ നിന്ന് ഉയരുകയില്ല. മരിക്കേണ്ടി വന്നാലും. നിന്റെ പങ്കോ? എന്തിന്റെ പങ്ക്? അതെല്ലാം തന്നു കഴിഞ്ഞു. എന്ത് തന്നു കഴിഞ്ഞോ? അതെ, തന്നു കഴിഞ്ഞു. എന്നെ ശരിപ്പെടുത്താനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ടെന്നുള്ള നിനക്കറിയോ? ഇവിടെ നില്ലേ, അതിനുള്ള മറുപടി ഞാനും കണ്ടിട്ടുണ്ട്. അയ്യോ, പോലീസ്, 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 അയ്യോ, പോലീസ്, പോലീസ്. പങ്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ആളുകളോട് പോയി. ആശുപത്രിയില്ല. എന്ത് പറ്റി? ആ അമ്മയ്ക്ക് എന്താണ് സുഖേട്? അമ്മയ്ക്കല്ല, മകൾക്ക്. പോയിട്ട് ചെറിയ കൂടെ ഉണ്ട്. പോയി സ്വല്പം പലഹാരം പൊതിഞ്ഞു കൊണ്ടുവരും. കേക്കും പറ്റും. എഴുത്തും വേഗം. മാണിയവിടെ അകത്തുണ്ട്. എവിടെ എന്തുവാ? പണം? അയ്യോ, ഞാനിന്ന് കടത്തിലാണ്. അരിക്കടയിൽ കൊടുക്കാനുള്ള കാശ് പോലും കൊടുത്തില്ല. വില്യം പറഞ്ഞു വിട്ടതായിരിക്കും. മാനമുള്ളവരെ അപമാനിക്കുകയാണ് അവന്റെ തൊഴിൽ. പക്ഷെ അവന്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങളെ അല്ല. എന്താ, നിങ്ങൾക്കും സംഘടനയിൽ ചേരാമല്ലോ. ബലം വളരെ നിസ്സാരം. പക്ഷെ പഥ്യം അല്പ കട്ടിയ. ഡോക്ടർക്ക് പഥ്യമൊന്നുമില്ലായിരിക്കും. നിങ്ങൾക്കും വേണം. അഖിലാണ്ട ബ്രഹ്മാണ്ട കോടികളിലെ സമസ്ത ജീവജാലങ്ങൾക്കും വേണം. സൗകര്യമില്ലോ, കോളനിയിൽ ഒരു ബ്രാഞ്ച് ഉദ്ഘാടിക്കാനുണ്ട്. ഉദ്ഘാടനം വലിയ തോതിലുള്ള പെൺപിള്ളേരെ മാനഭംഗം ചെയ്ത് വഴിനീളെ കുടിച്ചു നടക്കുന്ന പുണ്യവാൻ. ഞാൻ ബയലാവും നോക്കട്ടെ. കയറോ ജീപ്പിൽ? വെറും ഹാഫ് ആൻ അവർ മതി. ഹാഫ് ആൻ അവർ കയറൂ. ഞാനിപ്പോ ബയലാ നോക്കിട്ട് വരാം. കയറുവേ ജീപ്പിൽ. ബ്രഹ്മാണ്ട വരുന്ന ഒരു അനുഭവമാണ്. തന്റെ അനുഭവമുള്ള കേട്ട. ഇരിക്കുവേ. ഇരിക്കാനല്ലേ പറഞ്ഞത്? ഡ്രൈവർ.
എന്റെ അമ്മി പെങ്ങളെ കണ്ടോ? കണ്ടു. അവർ ആശുപത്രിയിലാണ്. അതെ, മോളിക്ക് നല്ല സുഖമില്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഇപ്പോൾ കുറവുണ്ട്. ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ. ചേട്ടാ, സൂക്ഷിച്ചു വേണം പോകാൻ. ആ നോട്ടുകളെ പറ്റി അന്വേഷിച്ചോ? ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ കാണാം. എന്നെ കൂടെ അക്കരയ്ക്ക് ഇല്ല, ഈ വള്ളത്തിൽ മറ്റാരും കയറ്റുകയില്ല. മാണി സാർ തന്നേച്ച മായയുടെ കയ്യിൽ കൊടുക്കാൻ. ഇനി നന്നേക്കൂ, ഞാൻ കൊടുത്തേക്കാം. അത് പാടില്ല. ഞാൻ തന്നെ മായയുടെ കയ്യിൽ കൊടുക്കണമെന്നാണ് മാണി സാർ പറഞ്ഞിരിക്കുന്നത്. വേഗം വരും. അമീന, ഞാനും വരുന്നു. വരണം. മാറിയിരിക്കണോ മീനാ കുഞ്ഞ്? ഇത്തരം ദാരിദ്ര്യവാസികളൊന്നും ഈ വള്ളത്തിൽ കയറ്റരുത്. മീനാ കുഞ്ഞ്, എന്നും ഇങ്ങനെ തനിച്ചാണോ പോണത്? തനിക്കറിഞ്ഞിട്ട് എന്ത് വേണം? ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയൊന്നും ചോദിക്കില്ല. അതെന്താ സ്നേഹമില്ലാതെ? ചേട്ടാ കള്ള. പുറത്തു നിൽക്കണം. അമീന, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കാതെ ഈ ഭാഗത്തേക്ക് വരരുതെന്ന്? പോ അകത്തെ. ചേട്ടാ, മായൻ വളരെ കോപത്തിലാണ്. ഇവിടെ നിൽക്കണ്ട, വരണം. നല്ല ആള് തന്നെ. എത്ര നേരമായി ഞാനിവിടെ തനിച്ച് കാത്തു നിൽക്കുന്നു. ക്ഷമിക്കൂ അമീന, ഞാൻ വരുന്ന വഴിക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടു. എന്ത് കണ്ടു ചേട്ടാ? ഈ രാത്രിയിൽ എങ്ങോട്ട് പോകുന്നു? അതൊക്കെ വന്നിട്ട് പറയാം. ഞാൻ പോകട്ടെ. ചേട്ടാ. എന്താ അമീന? എനിക്കെന്തോ വല്ലാത്തൊരു പേടി. ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഞാൻ ഉടനെ മടങ്ങി വരാം. ധൈര്യമായിരിക്കും. പോകാമോ? അമീന, അമീന, ഈ പെണ്ണിവിടെ പോയിരിക്കുക. ഒരു വയസ്സൻ പിച്ചക്കാരന്റെ കൂടെ ആദ്യ തീരത്തിലേക്ക് പോണ കണ്ടു. എന്ത്? പിച്ചക്കാരന്റെ കൂടെ? അയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഒന്നിച്ചാ വന്നത്. ശരി, പോവാൻ വരട്ടെ. ആരാടിയാ പോയത്? എടി, നിന്നോട് ചോദിച്ച ആരാണെന്ന്? ഞാൻ അറിയില്ലമ്മ. എന്ന് എനിക്കറിയാം. ആ പിച്ചക്കാരനല്ലേ? അല്ലേടി? താനല്ലേ പറഞ്ഞത് പോന്നപ്പയുടെ വാച്ചും കള്ളനോട്ടും മാണിയുടെ സേഫിലുണ്ടെന്ന്? അവിടെ തന്നെയാണ് വെച്ചിരുന്ന യജമാനെ.
460 ആരാ പോയത്? ഒരു കിഴവൻ ഭിക്ഷക്കാരൻ. ഭിക്ഷക്കാരനോ? നിങ്ങൾ പോയി ഉടനെ അയാളെ പിടിച്ചോണ്ടരും. ഇവിടെ അടുത്തെങ്ങനെ തന്നെ കാണും. ഉത്തരവ്. താനറിയോ മായ എന്ന സ്ത്രീയെ? അറിയും, ആറ്റുതീരത്തിനടുത്താണ്. പരമോളെ, നിങ്ങൾ 4 പേർ ഉടനെ പോയി ആ മായ എന്ന സ്ത്രീയുടെ വീട് വിശ്വസിക്കണം. ഇയാളെ കൊണ്ടുപോകും. എന്തിനാ ഇയാൾ ഇവിടെ വീണ്ടും കൂട്ടുകൊണ്ടുവന്നു? എന്റെ കൂടെ പോന്നു. എന്നിട്ട് എന്റെ നീയലോടെ വിവരം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് മായനോട് പോകാൻ പറഞ്ഞില്ല. എന്തിനാണ് ഇവിടെ വന്നത്? എനിക്കറിഞ്ഞുകൂടാ. നിനക്കറിയാം. നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള രഹസ്യം എന്താണ്? വേഗം പറഞ്ഞു. ഈ മായ നീ ശരിക്കറിയാൻ പോവുകയാണ്. ഇല്ല, ഞാൻ പറയുകയില്ല. നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. മൂർഖം പാതിരിയായിരുന്നു ഞാൻ ഇത്രയും നാൾ താലോലിച്ച് വളർത്തിയത്. എടി ഭയങ്കരി, നീ ഇപ്പോൾ തിരിഞ്ഞ് എന്നെ കുത്തുകയാണല്ലേ? ആരോരുമില്ലാതെ അനാഥയായി പെരുവഴിയിൽ ചാകാൻ തുടങ്ങിയ നിന്നെ എടുത്തു വളർത്തിയതിന് അവസാനം എനിക്ക് കിട്ടിയ അനുഭവം കൊള്ളാം. ഭേഷായിരിക്കുന്നു മോളെ, ഭേഷായിരിക്കുന്നു. നേരെ പോട്ടെ. പെട്ടെന്ന് വേഗം 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 തുഴയിടും. മോളെ, നിനക്കറിഞ്ഞൂടെ എന്റെ മകളെ പോലെയല്ലേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്? എനിക്കുള്ള മുതലിനൊക്കെ നീയാണ് അവകാശി. പറയും മോളെ, ആ പിച്ചക്കാരൻ ആരാണ്? പറയും മോളെ, ആരാണ്? ഇല്ലമ്മ, ഞാൻ പറയുന്നു. ഇല്ലേ? നിന്റെ ജീവൻ നിന്റെ കയ്യിലാണ്. രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കേണ്ട. നീ പറഞ്ഞില്ലെങ്കിൽ അനുഭവം എന്തായിരിക്കുമെന്ന് അറിയാമടി? ഇല്ല, എന്റെ ജീവൻ പോയാൽ ഞാൻ പറയില്ല. തീർച്ചയാണ്, തീർച്ചയാണല്ലേ? ഒന്ന് വേഗം അങ്ങോട്ടോ. ഇവിടെ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആപത്താണ്. തന്റെ കയ്യിൽ കടാരിയുണ്ട്. എന്നാൽ കൊണ്ടുപോയി ആറ്റിൽ എറിഞ്ഞേക്കണം. നേരെ പോയാ അവിടെയോ? അതെ. ശരി, എല്ലാവരും ഇറങ്ങി വേഗം വേഗം. എന്നെ കൊല്ലരുത്. അയ്യോ, നിങ്ങൾക്കിനി പോകാം. അമ്മേ, നടക്കോ സ്റ്റേഷനിലേക്ക്. നീയല്ലേ എഴുത്തിവിടെ കൊണ്ടുവന്നത്? സത്യം പറയുന്നതിനൊക്കെ നന്ന്. നീ എഴുത്ത് കൊണ്ടിട്ടിട്ട് പോകുന്ന ഞാൻ കണ്ടതാണ്. നീ ആര്? ഞാനൊരു പാവമാണ്. എങ്കിൽ നീ പരിഭ്രമിക്കുന്നതിന് ഇങ്ങോട്ട് നീങ്ങുക. ഞാൻ ജോർജ് തന്നെ. വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊള്ളൂ. പക്ഷേ നിങ്ങൾ കരുതും പോലെ ഞാനൊരു കൊലപാതകയല്ല. ഇത് വാസ്തവം. അതെ, ശരിയായ കുറ്റക്കാരെ പിടിച്ചു കഴിഞ്ഞു. വരും, കാണിച്ചു തരാം. ഇവരെയൊക്കെ അറിയുമോ? അറിയും സാർ. അറിയുണ്ടോ? വരും. അല്ലേ ജോർജ് കുട്ടിയെ, നീ പോവാന്നോ? നീ വാ, നമുക്കിവിടെ ഒരു ശാഖ സ്ഥാപിക്കാം. മിസ്റ്റർ ജോർജ്, ഇവരെ പിടിക്കുന്നതിന് സഹായിച്ചത് നിങ്ങളുടെ എഴുത്താണ്. അതനുസരിച്ച് ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ ദ്രോഹികൾ ഇവരുടെ കൂടെയുള്ള ഒരു പാവപ്പെട്ട പെണ്ണിനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ആരെ? അമീനിയോ? അതെ. ഭാഗ്യത്തിന് തക്ക സമയത്ത് പോലീസ് അവിടെ എത്തി. മുറിവേറ്റവളിപ്പോ ആശുപത്രിയില്ല. അമീൻ ആശുപത്രിയില്ല. സാർ ക്ഷമിക്കണം, എനിക്ക് അവളെ കാണണം. യെസ്, പ്രൊഫസർ സ്പീക്കിംഗ്. ആരാണത്? പോലീസ് ഇൻസ്പെക്ടർ. എന്താ വിശേഷം? കുറ്റവാളികളെ കെട്ടി. ജോർജ് നിരപരാധിയാണ്. എനിക്ക് അതിൽ പരം സന്തോഷമില്ല ഇൻസ്പെക്ടർ. ഇപ്പോൾ അവിടെ ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ. ശരി, ഞാൻ അവിടെ ചെന്ന് കണ്ടുകൊള്ളാം. ഞാൻ കള്ളനല്ലമ്മേ. എന്റെ പൊന്നു മോനെ, ദൈവം നേരെ കാരണമാണോ? അമീന, അമീന, അമീന
അമീന ചേട്ടാ ചേട്ടാ അമീന 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 ചേട്ടാ എന്റെ പൊന്നനുജത്തി, ഞാനാണ് ഇതിന് ഉത്തരവാദി. നിന്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കാൻ ഞാൻ എന്റെ കാര്യം മാത്രം കരുതി ഓടിപ്പോയതിന്റെ ഫലമാണ്. നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും ഞാൻ അർഹനല്ല. ചേട്ടൻ സ്വതന്ത്രനായോ? ചേട്ടൻ വിഷമിക്കണ്ട. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. അമീന അമീന അങ്ങനെ നീ സ്വതന്ത്രയായി. സമാധാനപ്പെട്ടു. സെലീൻ, ഇവളെ കണ്ടെത്തിയതിന്റെ ഫലമായിട്ട് ഞാൻ സ്വതന്ത്രനായി. ഇവളാണ് എന്നെ ആശ്വസിപ്പിച്ചത്, എനിക്ക് ജീവിതാശ പകർന്നു തന്നു. ജോർജ്, ജീവിതത്തിൽ ഇത്തരം കടുത്ത വേദനകൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരും. ആർക്കും തടയാനാവാത്ത ദൈവനിശ്ചയമാണിത്. ആശ്വസിക്കൂ. എന്റെ കൊച്ചനുജത്തി, അവസാനമായി നിനക്ക് തരാം ഞാൻ ഇന്നോളം സൂക്ഷിച്ച ഈ പട്ടുതൂവാല മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ എന്നും എന്നും ജീവിക്കും.